ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് കൂളംസ് ലോ പറഞ്ഞു, അതിനുശേഷം ഇലക്ട്രിക് ഫീൽഡ് പറഞ്ഞു. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ വരെയാണ് പറഞ്ഞത്. നമ്മളതിൻ്റെ പ്രോബ്ലംസ് ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബ്ലം ചെയ്യണം, ഡിസ്ക്രീറ്റ് ചാർജിൻ്റെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയാവുന്ന ഡൈപോളൊക്കെ പ്ലസ് ടു പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ ആ മെത്തേഡിലായിരിക്കില്ല നമ്മളിവിടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് പഠിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ആർ വെക്ടർ ഉണ്ടല്ലോ, അതായത് ആർ ക്യാപിറ്റൽ ആർ ഈസ് ഈക്വൽ ടു ആർ മൈനസ് ആർ ഡാഷ് വെച്ചിട്ടായിരിക്കും നമ്മൾ പ്രോബ്ലംസ് ചെയ്യാം. പക്ഷേ അതിൻ്റെ കമ്പോണൻ്റ് രീതി ചെയ്താലും നിങ്ങളുടെ എക്സാമിന് ശരിയായിരിക്കും. ഡൈപോളിൻ്റെ ഫീൽഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ കണ്ടുപിടിച്ചാലും മതി. പക്ഷേ നമ്മൾ കുറച്ചുകൂടെ ജനറലായിട്ട് ഏത് കേസും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും അത് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ കമ്പോണൻ്റ് കണ്ടുപിടിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ആംഗിളിനെ കുറിച്ചൊന്നും ഒരുപാട് ചിലപ്പം ബോധർ ചെയ്യേണ്ടി വരില്ല. പക്ഷേ ആദ്യം അത് ഇൻ കേസ് ഓഫ് ഡൈപോൾ അത് വളരെ പാടായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. പക്ഷേ ബാക്കി കേസുകളിൽ അത് പൊതുവെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഗോസ് ലോ, ഫ്ലക്സ് തുടങ്ങിയ സാധനങ്ങളാണ്. ആദ്യം നമുക്ക് ഫീൽഡ് ലൈൻസിലാണ് തുടങ്ങുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള അതേ കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സ്റ്റഡി ചെയ്യണം. അപ്പോൾ പ്ലസ് ടുവിന് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പം ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, ഒരു ചാർജ് ക്യൂ ഇവിടെ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി ദ ഒറിജിൻ. ഓക്കെ, ഒറിജിനൽ ഒരു ചാർജ് ക്യൂ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ക്യൂ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? E ഈസ് ഈക്വൽ ടു 1/4π എപ്സിലോൺ 0 Q by R square. That R square was capital R square into R cap. ഓക്കെ, അപ്പോൾ നമുക്കറിയായിരുന്നു എന്തായിരുന്നു ഈ ആർ എന്ന് പറഞ്ഞാൽ. ആർ എന്ന് പറയുന്ന വെക്റ്റർ നമുക്കറിയാം, ദാറ്റ് ഈസ് ആർ മൈനസ് ആർ ഡാഷ് എന്നാണ് ഞാൻ എഴുതിയത്. എന്താണ് ആർ ഡാഷ്? ആർ ഡാഷ് ഈസ് ദ പൊസിഷൻ വെക്റ്റർ ഓഫ് PV ഓഫ് പൊസിഷൻ വെക്റ്റർ ഓഫ് ദ ചാർജ്. ഓക്കെ, അല്ലെങ്കിൽ സോഴ്സാണ്, സോഴ്സിൻ്റെ പൊസിഷൻ വെക്റ്ററാണത്. ഇനി അതേപോലെ ആർ എന്ന് പറയുന്നത് എന്താണ്? ഫീൽഡ് പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്റ്ററാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഞാൻ ക്യൂവിനെ പ്ലേസ് ചെയ്തത് എവിടെയാണ്. ഹിയർ ക്യൂ ഈസ് അറ്റ് ഒറിജിനാണ്. അപ്പോൾ ക്യൂ ഒറിജിനലാണെങ്കിൽ എൻ്റെ ആർ ഡാഷ് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഓക്കെ, ഒറിജിൻ്റെ പൊസിഷൻ വെക്റ്റർ 0 i ക്യാപ്പ് പ്ലസ് 0 j ക്യാപ്പ് പ്ലസ് 0 k ക്യാപ്പാണ്. സോ ആർ ഡാഷ് ഈസ് ഈക്വൽ ടു 0. സോ സിംപ്ലി നമുക്ക് ഈ എക്സ്പ്രഷനെ എങ്ങനെ എഴുതാം? ആർ ഈസ് ഈക്വൽ ടു ആർ എന്ന് തന്നെ വരും. ദാറ്റ് മീൻസ് അതായത് നമ്മൾ എഴുതുന്നത് എന്ത് മാത്രമാണ്? നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ മാത്രമാണ്. 1/4π എപ്സിലോൺ 0 Q by R സ്ക്വയറിന് പകരം എനിക്ക് R സ്ക്വയർ ഇൻറ്റു ആർ ക്യാപ്പ് എന്നെനിക്ക് എഴുതാൻ പറ്റും. സോറി, ഈ രണ്ടാറും സെയിം ആണ്. ഓക്കെ, ആർ ക്യാപ്പ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം എക്സ്പ്രഷനെ ഞാൻ ഇങ്ങനെ മോഡിഫൈ ചെയ്തു. നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കുമ്പോൾ ഈ കേളി ആർ എങ്ങനെയാണ് ഈ ആർ ആയതെന്നുള്ള ഡൗട്ട് വരരുത്. അതാണ് നമ്മളിവിടെ ചെയ്തത്. എങ്ങനെയാണ് നമ്മുടെ സെപ്പറേഷൻ വെക്റ്റർ എന്ന് പറയുന്നത് ജസ്റ്റ് ഫീൽഡ് പോയിൻറ്റിൻ്റെ അല്ലെങ്കിൽ സോഴ്സ് ഫീൽഡ് പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്റ്ററായിട്ട് മാറിയെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അതിനാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? പർപ്പസ്ഫുള്ളി ഈ ചാർജിനെ കൊണ്ടുവന്ന് എവിടെ പ്ലേസ് ചെയ്തത്? കൊണ്ടുവന്ന് ഒറിജിനിൽ പ്ലേസ് ചെയ്യാനുള്ള റീസൺ അതാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, അപ്പോൾ ഇത് നോക്കിയാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. ഓക്കെ, ഈ എക്സ്പ്രഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എഴുതിയിരിക്കുന്ന ഇ എന്ന് പറയുന്നത് ബേസിക്കലി ഫോർ എ ഫിക്സഡ് ചാർജ് ക്യൂ. ഒരു ക്യൂ ഞാൻ ഇ എന്ന് പറയുന്ന വെക്റ്ററാണ്. അപ്പം ഈ ഒരു ക്യൂനെ ഞാൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ഇ ഡിപ്പെൻഡ്സ് ഓൺ 1/r സ്ക്വയർ ഇൻറ്റു ആർ ക്യാപ്പ്. എന്തിനാണ് ഈ ആർ ക്യാപ്പ് എഴുതിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ ഡയറക്ഷൻ. ഓക്കെ, അതായത് ആർ ക്യാപ്പ് എന്ന് പറയുന്നത് ഡയറക്ഷനാണ്. 1/r സ്ക്വയർ എന്ന് പറയുന്നത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ ഡിപ്പെൻഡ്സ് ഓൺ എന്തിലാണ്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ 1/r സ്ക്വയർ. ഓക്കെ, സോറി, ഏതായാലും കുഴപ്പമില്ല, ആർ സ്ക്വയർ 1/r സ്ക്വയർ. ദെൻ അതേപോലെ ഡയറക്ഷൻ ഓഫ് ഇ എന്ന് പറയുന്നത്, അപ്പം ഡയറക്ഷൻ ഓഫ് ഇ മാത്രമാണ് ഈ ക്യാപ്പ് എന്ന് എഴുതിയാൽ മതിയല്ലോ. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ആർ ക്യാപ്പ്. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്കിപ്പോൾ അറിയാവുന്നത്. അപ്പോൾ സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഇ എന്ന് ഞാൻ എഴുതിയാൽ അതിനർത്ഥം എന്താണ്? ദിസ് ഈസ് 1/r സ്ക്വയർ ആർ ക്യാപ്പ് എന്ന് പറയുന്ന എന്ത് ഫംഗ്ഷനാണ്? ദിസ് ഈസ് എ വെക്റ്റർ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഇതൊരു വെക്റ്റർ ഫംഗ്ഷനാണെന്ന് മനസ്സിലായി. എന്ത്? ഇ എന്ന് പറയുന്ന ആൾ ഒരു വെക്റ്റർ ഫംഗ്ഷനാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്താണ് വെക്റ്റർ ഫംഗ്ഷൻ. വെക്റ്റർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്പേസ് ഉണ്ടാവും, അത് 3 ഡയമെൻഷനോ ഈ കേസിൽ 3 ഡയമെൻഷനാണ്. കാരണം ഇത് ആർ ക്യാപ്പിലാണ് കിടക്കുന്നത്. ആർ ക്യാപ്പ് ഇറ്റ് സെൽഫ് ഹാസ് എക്സ് ഐ ക്യാപ്പ്, വൈ ജെ ക്യാപ്പ്,
ഓക്കെ, ഇസഡ് ഇൻറ്റു കെ ക്യാപ്പ് എല്ലാ കമ്പോണൻസും ഉണ്ട്. അതായത് 3 കമ്പോണൻസ് ഇതിനകത്ത് വരും. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് പറയാം, ഇതൊരു 3 ഡയമെൻഷണൽ 3D വെക്റ്റർ ഫീൽഡാണ്. ഓക്കെ, അങ്ങനെ ഒരു 3D വെക്റ്റർ ഫീൽഡ് ആണെങ്കിൽ നമുക്ക് ആ വെക്റ്റർ ഫീൽഡിനെ നമുക്ക് മാപ്പ് ചെയ്യാം. മാപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം, ഫോർ ഈച്ച് പോയിൻറ്റ്, ഓക്കെ, നമ്മുടെ ഒരു കോർഡിനേറ്റ് ആക്സിസിലെ ഓരോ പോയിൻറ്റിലും എനിക്ക് എന്ത് ചെയ്യാം, ഇതേലത്തെ ഓരോ വെക്റ്ററിനെ അസൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് നേരത്തെ അറിയാവുന്നൊരു കാര്യമാണ്. ജസ്റ്റ് അപ്പം ഈ പോയിൻ്റ് നോക്കാം, ഇവിടെ ഒരു പോയിൻ്റ് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാവുന്നൊരു കാര്യം, ഇറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു 1/r² ആണ്. ദെൻ ഓൾസോ അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആർ ക്യാപ്പാണ്. ആർ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ റേഡിയൽ വെക്ടറായിട്ട് വരും, അല്ലെങ്കിൽ പൊസിഷൻ വെക്ടർ. ഈ പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്ടർ ആണല്ലോ ആർ. ഓക്കെ, ഞാൻ ഇവിടോട്ട് മാറ്റി വരയ്ക്കാം. ഇത് ക്യൂ ആണ്, അതൊരു മെയിൻ ഫിഗർ ആയിട്ട് കിടന്നോട്ടെ. ഈ പോയിൻറ്റ് 1 എടുക്കാം. ഇവിടുത്തെ വെക്ടർ ഫീൽഡാണ്, അല്ലെ ഇവിടുത്തെ വെക്ടറാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഈ പോയിൻറ്റിലെ വാല്യൂസ് കൊടുക്കണം. അപ്പോൾ എന്തായിരിക്കും, ഈയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസിന്, ഇതാണല്ലോ ആർ, ഈ ഡിസ്റ്റൻസിൻ്റെ 1/r² കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം അതായിരിക്കും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, ഫൈൻ. ദെൻ അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും, ആർ ക്യാപ്പ് ആയിരിക്കും. ആർ ക്യാപ്പ് എങ്ങോട്ടാണ്, ഇതല്ലേ ആറ്, അപ്പോൾ ആർ ക്യാപ്പ് ഈ ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ സിംപ്ലി ഞാൻ ആ പോയിന്റിൽ ഞാൻ ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, അതായത് ഇവിടെ നിന്ന് ആ ആറിൻ്റെ ഡയറക്ഷനിൽ പോവുകയും വേണം, ഒപ്പം അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1/r² പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ക്യൂവിന് അടുത്തുള്ളൊരു വെക്ടർ ഞാൻ ഇങ്ങനെ വരച്ചു. ഇനി ക്യൂവിൽ അടുത്തൊരു പോയിന്റ് എടുക്കുകയാണ്, വേറൊരെണ്ണം, ഈ പോയിന്റ് എടുത്തു. അപ്പോൾ ഈ പോയിന്റിൽ എങ്ങനെയായിരിക്കും, ഈ പോയിന്റിലേക്ക് ചെല്ലുമ്പോഴും ഡയറക്ഷന് മാറ്റമൊന്നുമില്ല, ഇതേ ലൈനിൽ തന്നെയുള്ള വേറൊരു പോയിന്റ് എടുക്കുന്നു. ഇവിടെയും ഡയറക്ഷനിൽ മാറ്റമൊന്നുമില്ല, പക്ഷേ ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ ആർ എന്ത് ചെയ്തു, 6 കൂടി, എന്ന് വെച്ചാൽ 1/r² എന്ത് ചെയ്തു, ഡിക്രീസ് ചെയ്തു. ദാറ്റ് മീൻസ് ഇവിടെ വരുമ്പോൾ ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്യും, കുറയും. കുറച്ചുകൂടെ ദൂരേക്ക് പോകുമ്പോൾ ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞു. അതായത് ഈ ലെങ്ത് കുറയുന്നത് വിൽ ബി ഇൻ എ റേറ്റ് ഓഫ് 1/r² ആയിരിക്കും. ഓക്കെ, അതായത് അടുത്ത് ഇലക്ട്രിക് ഫീൽഡ് കൂടുതലാണെന്നും ദൂരേക്ക് പോകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കുറവാണെന്നും കാണിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പം നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള വെക്ടർ ഫീൽഡിൻ്റെ കൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു വെക്ടർ ഫീൽഡാണ് മാപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ ഷുഡ് ബി സ്മോളർ. ഓക്കെ, അതേപോലെ എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടും വരയ്ക്കാം. പുറത്തേക്ക് പോകുമ്പം നീളം കുറയണം എന്നുള്ളതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. അതാണ് ഇതിനകത്ത് നോട്ട് ചെയ്യാനുള്ളത്. പിന്നെ നേരെ റേഡിയൽ ഔട്ട്വേർഡ് ആയിരിക്കണം. സോ ആക്ച്വലി ഞാനിവിടെ ചെയ്യുന്നത് വെക്ടർ ഫീൽഡിനെ മാപ്പ് ചെയ്യാണ്. ഓക്കെ, ഓക്കെ, അപ്പോൾ ആദ്യം ഉണ്ടായി വരുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതായത് ഇലക്ട്രിക് ഫീൽഡ് എന്നുള്ള വെക്ടർ ഫീൽഡിനെ ഞാൻ എന്ത് ചെയ്യുന്നു, മാപ്പ് ചെയ്യുന്നു. ഇനി ഈ പിക്ചർ കാണുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. ദിസ് ഈസ് നോട്ട് ഓൺ എ പ്ലെയിൻ. ഓക്കെ, ഈ പ്ലെയിനിൽ ഇതൊരു XY പ്ലെയിനിൽ മാത്രം നടക്കുന്ന കാര്യമല്ല. ഓക്കെ, ഒരു ഇസഡ് ആക്സിസിൽ, അതായത് നിങ്ങൾ കാണുന്ന സ്ക്രീനിന് അകത്തേക്കും സ്ക്രീനിൽ നിന്ന് പുറത്തേക്കും എന്തുണ്ട്, ഈ ഫീൽഡ് ലൈൻസ് ഉണ്ട്. അതായത് ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആ പോയിന്റിൽ നിന്ന് 3 ഡയമെൻഷനിൽ എല്ലാ സ്ഥലത്തേക്കും പുറത്തേക്ക് പോകുന്ന ഒരാളായിട്ടായിരിക്കും ഇതുണ്ടാവുക. ഓക്കെ, നമ്മൾ പലപ്പോഴും ഈ ബോർഡിൽ വരച്ച് ഈ സാധനം ഒരു 2D സാധനമാണെന്ന് വിചാരിക്കരുത്, ഇതൊരു 3D സാധനമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനെയാണ് ആക്ച്വലി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ പഠിച്ചത്. അപ്പോൾ ഇതിനകത്ത് 2 മീനിങ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, അതിൻ്റെ ഒരു വെക്ടർ ഫീൽഡ് മാപ്പ് ഉണ്ടാക്കി. ആക്ച്വലി വെക്ടർ ഫീൽഡിനെ ഞാൻ മാപ്പ് ചെയ്തിരിക്കുകയാണ്. ഓർ ഐ ക്യാൻ കോൾ ഇറ്റ് ആസ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. പക്ഷേ നിങ്ങൾക്കറിയാം, ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും, നിങ്ങൾ പഠിച്ച അല്ലെങ്കിൽ നമ്മൾ +2 പഠിച്ച ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെയല്ല, ദേ ആർ കണ്ടിന്യൂസ് ലൈൻസ്. ഓക്കെ, ഇങ്ങനെ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള വെക്ടേഴ്സ് ആയിട്ടൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം എനിവേ, ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ റെപ്രസെൻറ്റേഷനകത്തുനിന്ന് എനിക്ക് 2 കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഒന്നെന്താണ്, അതിൻ്റെ ഡയറക്ഷൻ, ഓരോ പോയിന്റിലും അത് എങ്ങോട്ട് പോയിന്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, നോ പ്രോബ്ലം. ദെൻ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും അതും മനസ്സിലാവുന്നുണ്ട്. എങ്ങനെ,
അതായത് ഇവിടെ വരെ ഈ വെക്ടറിൻ്റെ നീളം കൂടുതലാണ് എന്ന് വെച്ചാൽ ചാർജിനോട് അടുത്തുള്ള പോയിൻറ്റ്സിൽ എന്തായിരിക്കും ഈ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടുതലാണെന്നും ദൂരോട്ട് ചെല്ലുമ്പോൾ കുറവാണെന്നുള്ള അതേ ധാരണയും എനിക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇനി ഇതിനെ എന്ത് ചെയ്യാൻ പോവാണ്, ഞാൻ ഇതിനെ അങ്ങ് മോഡിഫൈ ചെയ്ത് പുതിയൊരു രീതിയിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പ് ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ നമുക്ക് ഇനി ആവശ്യമുണ്ട്. സോ ഇത്ര ആൾക്കാരെ നമുക്കൊന്ന് താഴേക്ക് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ വരച്ച് തീർത്ത ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈന് പകരം ഇനി നമ്മൾ പഠിച്ച സാധനം വരയ്ക്കുകയാണ്. ഓക്കെ, നമ്മൾ +2 ഒക്കെ പഠിച്ച ഇത് +q ചാർജ്. +2 നമ്മൾ പഠിച്ചത് ഇങ്ങനെയായിരുന്നു. റീസൺ ഒരു പോസിറ്റീവ് ചാർജിൻ്റെ കേസിലാണ് ഈ വരയ്ക്കുന്നത്. സോ ഓക്കെ, നെഗറ്റീവ് ചാർജിൻ്റെ കേസിൽ എങ്ങനെ വരും നമുക്കറിയാം. ഇതിൻ്റെ ഇക്വലൻറ്റ് ഇത് നമ്മൾ q = +q ആണ്. ഇതേ സാധനം q = -q വരച്ചു കഴിഞ്ഞാൽ എങ്ങനെ വരയ്ക്കണം? നമുക്കറിയാം, നേരെ ആരോ എല്ലാം എന്ത് ചെയ്താൽ മതി, തിരിച്ചകത്തോട്ട് ഇട്ടാൽ മതി. അതെന്തുകൊണ്ടാണ്? നെഗറ്റീവ് ഫീൽഡിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ, അത് റീഡബിൾ ആയിരിക്കില്ല. നെഗറ്റീവിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് E = 1/4πε0 സം r² r⁻, ബട്ട് വിത്ത് എ -q. ഈ -r കൂടെ പോയിക്കോളും ഈ r⁻ കൂടെ. അതുകൊണ്ട് റേഡിയലി ഇൻവേർഡ് ഓട്ടോമാറ്റിക്കലി ആയിക്കോളും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ഫോർ എ പ്ലസ് ചാർജ്, പോസിറ്റീവ് ചാർജിൻ്റെ കേസിൽ എന്താണ് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് റേഡിയലി ഔട്ട്വേർഡ് എന്ന് നമ്മൾ പറയാറുണ്ട്, ഔട്ട്വേർഡ്. ആൻഡ് ഫോർ എ നെഗറ്റീവ് ഇറ്റ് ഈസ് ഇൻവേർഡ്, റേഡിയലി തന്നെ ഇൻവേർഡ്, റേഡിയലി ഇൻവേർഡ്. ഇതിങ്ങനെ പറയാനുള്ള റീസൺ എന്താണ്? ഈ r⁻ മൈനസ് ഇതിൻ്റെ, അതായത് ഈയുടെ കേസിൽ ഫോർ എ നെഗറ്റീവ് ചാർജ് അത് -r⁻ഉം മറ്റേ ഒരു പോസിറ്റീവ് ചാർജിൻ്റെ കേസിൽ അത് +r⁻ഉം ആയിട്ട് മാറുന്നതുകൊണ്ടാണ് റേഡിയലി ഇൻവേർഡും ഔട്ട്വേർഡും വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. -q എന്ന് പറയുന്ന ചാർജിനെ ഞാൻ ഓക്കെ -q കാര്യമാണ് പറഞ്ഞത്, അതിന് എടുത്ത് പറയേണ്ട കാര്യമാണെന്ന് തോന്നില്ല. അപ്പം നമ്മൾ ഈ കൺസെപ്റ്റിൽ നിന്ന് നമ്മൾ ഇതിന് പകരം നമ്മളൊരു പുതിയ മോഡിലേക്ക് ഇതിനെ വരയ്ക്കുന്നു. ആ വരച്ചതാണ് നമ്മൾ വരച്ചു വെച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ഈ ഡിസ്ക്രീറ്റ് ലൈൻസിനെ എല്ലാം എടുത്ത് കണ്ടിന്യൂസ് ലൈൻസ് ആക്കി. അപ്പോൾ ഒരു പ്രശ്നം നമുക്ക് ഫീൽ ചെയ്യാം. എന്താണ്? അതായത് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഡയറക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടുത്തെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ഇവിടുത്തെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. സോ ഡയറക്ഷൻ എന്നുള്ള ഐഡിയ പോയിട്ടില്ല. ബട്ട് ദ മാഗ്നിറ്റ്യൂഡ്, ഓക്കെ, മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ഐഡിയ ഉണ്ടായിരുന്നു അല്ലേ? അതായത് ഈ നിയറർ പോയിന്റിൽ ഇതിന് ഇൻറ്റൻസിറ്റി കൂടുതലാണ്, ഫീൽഡ് ഇൻറ്റൻസിറ്റി കൂടുതലാണെന്നും ദൂരേക്ക് വരുമ്പം ഇൻറ്റൻസിറ്റി കുറവാണെന്നുമുള്ള ധാരണ ഇവിടെ ഇല്ലാണ്ടായി എന്ന് നിങ്ങൾക്ക് തോന്നാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്കങ്ങനെ തോന്നുന്നുണ്ട്. കാരണം നേരത്തെ ഡയഗ്രത്തിൽ നിന്ന് പുതിയതിലേക്ക് വരുമ്പോൾ അവിടെയാണ് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമ്മൾ പുതിയൊരു ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്യുകയാണ്. ഓക്കെ, ടു റെപ്രസെൻറ്റ് ദ സ്ട്രെങ്ത് ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ്. നമ്മൾ വേറൊരു തരത്തിൽ നമ്മൾ സ്ട്രെങ്ത് നമ്മൾ മെഷർ ചെയ്യാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ വി യൂസ് അനദർ ടേം കോൾഡ് ഫ്ലക്സ്. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഒരു ചാർജ് ഇവിടെ ഉണ്ടെങ്കിൽ ആ ചാർജിൻ്റെ നിയറർ പോയിൻറ്റുകളിൽ ഞാൻ കുറച്ച് ലൈൻസും കൂടി ഇതിനകത്ത് ആഡ് ചെയ്യാണ്. അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. സോ ഓക്കെ, ഇങ്ങനെ കുറച്ച് ലൈനും കൂടെ ഞാൻ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാവുന്നത്, ഞാനൊരു യൂണിറ്റ് ഏരിയ, അല്ലെങ്കിൽ യൂണിറ്റ് ഏരിയ തന്നെ വേണമെന്നില്ല, നമുക്ക് ഇപ്പോൾ ഈ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ ഒരു ഏരിയ കൊണ്ടുവന്നിട്ട്, ഒരു ഫിക്സഡ് ഏരിയ എ കൊണ്ടുവന്ന് ഞാൻ ഇതിൻ്റെ നിയറർ പോയിന്റിലും വെക്കുകയാണ്, അതേ ഏരിയ തന്നെ ഒരു ഫാർദർ പോയിന്റിലും വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും യൂണിറ്റ് ഏരിയയിലുള്ള, അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ ഏരിയയിലൂടെ കടന്നു പോകുന്ന ഫ്ലക്സ് ലൈൻസിൻ്റെ എണ്ണം നോക്കുക. ഇവിടെ ഏതാണ്ട് 3 പേര് കടന്നു പോകുന്നുണ്ട്. ഓക്കെ, നിങ്ങളിപ്പോൾ തൽക്കാലം എണ്ണം നോക്കിയാൽ മതി, അത് പെർപെൻഡിക്കുലർലി ആണോ എന്നൊക്കെ ഉള്ളത് പിന്നെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. എനിവേ, ഇവിടെ ഒരു ക്രോസ് സെക്ഷൻ എടുക്കുന്നു, കുറച്ച് ദൂരെ ഒരു ക്രോസ് സെക്ഷൻ എടുക്കുന്നു. ഈ 2 ക്രോസ് സെക്ഷനിലും പാസ് ചെയ്തു പോകുന്ന ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം, അല്ലെങ്കിൽ ഡെൻസിറ്റി ഓഫ് ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യുന്നുണ്ട്? വേരി ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഡെൻസിറ്റി ഓഫ് ഫീൽഡ് ലൈൻസ് വേരി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇൻറ്റൻസിറ്റിയിൽ വേരിയേഷൻ ഉണ്ടാവുന്നു. അല്ലെങ്കിൽ സിംപ്ലി പറഞ്ഞാൽ നമ്മൾ ഡെൻസിറ്റി ഓഫ് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കുന്നു? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഈ മനസ്സിലാക്കും. അതായത് ഒരിടത്ത് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഫീൽഡ് ലൈൻസ് വളരെ ടൈറ്റ്ലി പാക്ഡ് ആണ്,
വേറൊരു സ്ഥലത്തേക്ക് വരുമ്പം ഇത് വളരെ ലൂസ്ലി പാക്ഡ് ആണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും എന്ത് പറയാം, ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കൂടുതലും ഇവിടെ കുറവാണെന്ന് പറയാം. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് എന്ത് നഷ്ടപ്പെടുന്നില്ല, ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്നുള്ള കൺസെപ്റ്റ് നഷ്ടപ്പെടാതെ തന്നെ നമ്മളൊരു പുതിയ രീതിയിൽ നമ്മൾ എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, ഫീൽഡ് ലൈൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാനൊരു ഫിക്സഡ് ചാർജിന് ഇത് വരച്ചു കഴിഞ്ഞാൽ ഓക്കെ, നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് ദൂരത്തിനനുസരിച്ച് എങ്ങനെ വ്യത്യാസപ്പെടുമെന്ന് നിങ്ങൾക്കൊന്ന് നോക്കാം. ഓക്കെ, അതായത് ഫോർ എ യൂണിറ്റ്, അതായത് നിങ്ങളിതൊന്ന് ആലോചിച്ച് നോക്കുക, ഇതൊരു സർക്കിളാണെന്ന് വിചാരിച്ചാൽ ഉള്ളൊരു മിസ്റ്റേക്ക് പറഞ്ഞുതരാം. ഇതൊരു 2D പ്ലെയിനിലാണെന്ന് വിചാരിക്കാം. ഞാനിവിടെ ഒരു 6 റേഡിയസ് ഉള്ള സർക്കിൾ വരച്ചു. ഓക്കെ, ഇത് 6 റേഡിയസ് ഉള്ള ഒരു സർക്കിളാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 6 റേഡിയസ് ഇതിനകത്തുനിന്ന് ആകെ n ഫീൽഡ് ലൈൻസ് പുറത്ത് വരുന്നുണ്ടെന്ന് വിചാരിക്കാം. ഈ ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം ഒക്കെ എങ്ങനെ തീരുമാനിക്കുമെന്ന് ഞാൻ പറയാം. ഓക്കെ, അതിലേക്ക് പിന്നെ പോകാം. അപ്പോൾ n ഫീൽഡ് ലൈൻസ് പുറത്ത് വരുന്നുണ്ടെങ്കിൽ ഒരു യൂണിറ്റ് പാർട്ടിനകത്തൂടെ എത്ര വരുന്നുണ്ടാവും, n/2πr വരുന്നുണ്ടാവും അല്ലേ. ഇതായിരിക്കുമല്ലോ അതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് അല്ലേ. ഒരു യൂണിറ്റ് ലെങ്ത്തിലൂടെ പുറത്ത് വരുന്നത് n/2πr ആയിരിക്കും. ഓർ നിങ്ങൾ ദൂരം കൂടുന്നതനുസരിച്ച്, അതായത് 6 കൂടുന്നതനുസരിച്ച് n/2πr ഓർ 1/r പ്രപ്പോർഷണലായിട്ട് ഡെൻസിറ്റിക്ക് വേരിയേഷൻ വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം അതായത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായോ, 2 ഡയമെൻഷൻ എടുക്കുന്നു. 2 ഡയമെൻഷനിൽ 6 റേഡിയസ് ഉള്ള ഒരു സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ ആ സർക്കിളിനകത്തൂടെ പോകുന്ന ഫീൽഡ് ലൈൻസ് ഇതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് n/2πr ആയിരിക്കും. ഓക്കെ, അപ്പോൾ n/2πrൻ്റെ പ്രത്യേകത എന്താണ്, അത് 1/r പ്രപ്പോർഷണലായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ ഇവിടെ വരുമ്പോൾ എന്താവും, സർക്കിൾ വലുതായി. സർക്കിൾ വലുതാകുമ്പോൾ എന്ത് ചെയ്യും, n/2πr1 രണ്ടാമത്തെ സർക്കിൾ, ഈ വലിയ സർക്കിൾ. അപ്പോൾ എന്ത് സംഭവിച്ചു, ഇതിൻ്റെ ഡെൻസിറ്റി കുറഞ്ഞു. പക്ഷേ ഇവിടെ അതായത് പറഞ്ഞു വരുന്നത് ഇതാണല്ലോ ഡെൻസിറ്റി ടേം. ഓക്കെ, അതായത് ഫീൽഡ് ലൈൻസിൻ്റെ ഡെൻസിറ്റി ടേം എന്ന് പറയുന്നത് വേരി ചെയ്യുന്നത് 1/r പ്രപ്പോർഷണലായിട്ടാണ്. പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് എനിക്ക് വേരി ചെയ്യേണ്ടത് എന്തിന് പ്രപ്പോർഷണലായിട്ടാണ്, 1/r² വേരിയേഷൻ പ്രപ്പോർഷണലായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതൊരു റോങ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ, അതായത് നമുക്ക് വേണ്ടുന്നത് ഇലക്ട്രിക് ഫീൽഡിനെ റെപ്രസെൻ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫീൽഡ് ലൈൻസ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ 1/r² പ്രപ്പോർഷണലായിട്ട് തന്നെ റെപ്രസെൻ്റ് ചെയ്യണം. പക്ഷേ നമ്മൾ ഈ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 1/r കിട്ടും. പക്ഷേ ഇവിടുത്തെ എറർ എന്താണ്, ഇതെന്തല്ല, ദിസ് ഈസ് നോട്ട് എ 2D തിങ്, ദിസ് ഈസ് എ 3D തിങ്. അപ്പോൾ 3 ഡയമെൻഷനിലാകുമ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കണം, 6 റേഡിയസ് ഉള്ള ഒരു സർക്കിളിലൂടെ അല്ല ഈ ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുന്നത്, 6 റേഡിയസ് ഉള്ള ഒരു സ്ഫിയറിലൂടെയാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ ഇമാജിൻ ചെയ്യുക, ദിസ് ഈസ് നോട്ട് എ സർക്കിൾ, ദിസ് ഈസ് എ സ്ഫിയർ. ഓക്കെ, ഇതൊരു സ്ഫിയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, n/4πr² എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഡെൻസിറ്റി ഓഫ്, ഓക്കെ, ഡെൻസിറ്റി വേരീസ് ആസ് പ്രപ്പോർഷണൽ ടു 1/r². സോ ദാറ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അപ്പോൾ ഇതൊരു 2D തിങ് എന്ന് വിചാരിക്കരുതെന്ന് പറയുന്നതാണ്. 2D തിങ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം, അത് ഒരു പർട്ടിക്കുലർ കേസിൽ പോലും അതിനെ 2D എന്ന് വിളിക്കാൻ പറ്റില്ല. ഓക്കെ, തൽക്കാലം അങ്ങനെ വിചാരിക്കൂ എന്ന് പറഞ്ഞാൽ പോലും തെറ്റാ. കാരണം എന്താണ്, ഫീൽഡ് ലൈൻസിൻ്റെ കൺസെപ്റ്റ് തെറ്റിപ്പോവും. 1/r പ്രപ്പോർഷണലാണ് ഇലക്ട്രിക് ഫീൽഡ് എന്നായി പോകും. അതുകൊണ്ട് ഇത് ആൾവേസ് എന്താണ്, ഒരു 3 ഡയമെൻഷൻ സാധനമാണ്. n/4πr², ആ 1/r² റിലേഷൻ നമുക്ക് കീപ്പ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, ഇനി നമുക്ക് ഇനി ഫീൽഡ് ലൈൻസിൻ്റെ കേസിൽ ഒരു പ്രശ്നമുള്ളത്, അപ്പം ഒരു കാര്യം കൂടെ പറയാം. ഒരു യൂണിഫോം ഫീൽഡിൻ്റെ കേസിൽ എങ്ങനെയായിരിക്കും? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു യൂണിഫോം ഫീൽഡ് ഒന്ന് വിചാരിക്കുക, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്ന് വിചാരിക്കുക. അവിടുത്തെ ഫീൽഡ് ലൈൻസ് എങ്ങനെയായിരിക്കും? അപ്പോൾ നമുക്കറിയാം, ഒരു റീജിയണിൽ യൂണിഫോം ഫീൽഡ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഡയറക്ഷൻ കോൺസ്റ്റൻ്റ് ആക്കാൻ ലൈൻ എങ്ങനെ ആയാൽ മതി, ഒരേ ഡയറക്ഷനിലായാൽ മതി. ദെൻ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, എല്ലായിടത്തും മാഗ്നിറ്റ്യൂഡ് സെയിം ആണെങ്കിൽ അതെന്തായിരിക്കണം, ഇക്യു സ്പേസ്ഡ് ആയിരിക്കണം. ഇതിനിടയ്ക്കുള്ള ഗ്യാപ്പ് സെയിം ആയിരിക്കണം. അപ്പോൾ ഈ ഗ്യാപ്പ് സെയിം ആണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഡെൻസിറ്റി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താലും, ഇപ്പം ഞാൻ ഡെൻസിറ്റി എന്നുള്ള ടൈമേ യൂസ് ചെയ്യുന്നുള്ളൂ, ഇവിടുത്തെ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്താലും എല്ലായിടത്തും എന്താണ്, 2 ലൈൻസ് പെർ ദാറ്റ് ഏരിയ ആണ് പോകുന്നത്. സോ ദർ ഈസ് നോ പ്രോബ്ലം. ഓക്കെ, അപ്പം നമ്മൾ ഇലക്ട്രിക് ഫീൽഡിനെ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ എപ്പോഴും അതെന്തായിരിക്കും, അവിടെ നമുക്ക് പാരലൽ ലൈൻസ് ആയിരിക്കും ഉണ്ടാവുക വിത്ത് സെയിം ഡയറക്ഷൻ. ഓക്കെ, പാരലൽ ഇക്യു സ്പേസ്ഡ് ലൈൻസ് ആയിരിക്കും ഉണ്ടാവുക. ഇനി എത്ര ലൈൻസ് വേണമെന്ന് അങ്ങനെ തീരുമാനിക്കും. ഇപ്പം ക്യൂ എന്ന് പറയുന്നതിനിടയ്ക്ക് എനിക്ക് ജസ്റ്റ് 4 ലൈൻ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. വേണമെങ്കിൽ 8 ലൈൻ ആക്കാം, ഇല്ലെങ്കിൽ അത് 16 ആക്കാം, എത്ര വേണമെങ്കിലും ആക്കാം. അപ്പോൾ അതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡിന് വ്യത്യാസം ഉണ്ടാവും? ഇല്ല. കാരണം ഇതൊരു റെപ്രസെൻറ്റേഷൻ മാത്രമാണ്.
ഓക്കെ, നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെങ്കിലും വരയ്ക്കാം. പക്ഷേ വരയ്ക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ റെപ്രസെൻറ്റേഷൻ നിങ്ങൾ ഫോളോ ചെയ്യുന്നു. അതായത് നിങ്ങൾ ക്യൂവിന് 8 എണ്ണം വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 2Q ചാർജ് വെച്ചിട്ട് അതേ രീതിയിൽ നിങ്ങൾക്ക് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര എണ്ണം വരയ്ക്കണം? 16 എണ്ണം വരച്ചിട്ടുണ്ടാവണം. ഓക്കെ, 8 എണ്ണം പോരാ, യു നീഡ് 16 ഫോർ ദാറ്റ്. ഓക്കെ, 16 എണ്ണം വരയ്ക്കുമ്പോഴേ അത് എന്തിന് ഇക്വലൻ്റ് ആവുള്ളൂ. ഇപ്പോൾ ഇത് 16 ആയെന്നറിയില്ല. എനിവേ 16 എണ്ണം വരച്ചെങ്കിലേ നമുക്ക് ഇതിന് ഇക്വലൻ്റ് ആവുള്ളൂ. ഓക്കെ, നമുക്ക് ആക്ച്വലി ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ അതിൽ കൂടുതൽ ഡീൽ ചെയ്യില്ല. എനിവേ ഇത്രയും മനസ്സിലാക്കുക. പിന്നെ അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രോപ്പർട്ടി പോസിറ്റീവിൽ സ്റ്റാർട്ട് ചെയ്യും, നെഗറ്റീവിൽ എൻഡ് ചെയ്യും. ആൻഡ് ഇതെന്ത് ചെയ്യില്ല, ഇതിൻ്റെ ഡയറക്ഷൻ ഒരു പോസിറ്റീവ് ചാർജ് മാത്രം വെച്ച് കഴിഞ്ഞാൽ ആ ഫീൽഡ് ലൈൻസ് എവിടെ വരെ പോകും? ഇറ്റ് വിൽ ഗോ അപ് ടു ഇൻഫിനിറ്റി. കാരണം എന്താണ്? 1/r² പ്രൊപ്പോർഷണലാണ്. ഓക്കെ, ഇത് തീരണം എന്നുണ്ടെങ്കിൽ ഇതെന്താണ്? 1/∞ ആയാലേ ഈ 0 ആവത്തുള്ളൂ. അതുകൊണ്ട് ഓക്കെ, അതായത് ഈ ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r². അപ്പം ഇത് 0 ആവണം എന്നുണ്ടെങ്കിൽ r എന്താവണം? r ടെൻസ് ടു ഇൻഫിനിറ്റി ആവണം. അപ്പം ഇൻഫിനിറ്റി വരെ ഇതെന്ത് ചെയ്യും? നീളും. ഓക്കെ, ഇനി ഇതെവിടെയെങ്കിലും എൻഡ് ചെയ്യുകയെന്ന് വെച്ചാൽ അതെവിടെ എൻഡ് ചെയ്യുള്ളൂ? ഒരു നെഗറ്റീവ് ചാർജിലേക്ക് വന്ന് കൊളാപ്സ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഫീൽഡ് ലൈൻസിനെ കുറിച്ച് പറയുക. പിന്നെ ഫീൽഡ് ലൈൻസിൻ്റെ +1 പഠിച്ച വേറൊരു പ്രോപ്പർട്ടിയാണ്, 2 ഫീൽഡ് ലൈൻസിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇൻ്റർസെക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇൻ്റർസെക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ പോയിൻറ്റിൽ ഇതിന് എന്തുണ്ട്? 2 ഡയറക്ഷൻസ് ഉണ്ട്. ഒരു പർട്ടിക്കുലർ പോയിൻറ്റിൽ ദിസ് ഇലക്ട്രിക് ഫീൽഡ് ഹാസ് 2 ഡയറക്ഷൻ വിച്ച് ഈസ് ഇമ്പോസിബിൾ. കാരണം ഇലക്ട്രിക് ഫീൽഡിന് ഒരിക്കലും ഒരു പോയിൻറ്റിൽ 2 ഡയറക്ഷൻ വരില്ല. കാരണം അതിനകത്ത് ഒറ്റ ആർ ക്യാപ്പ് മാത്രമേ ഉള്ളൂ. ഇനി ഒരു പോയിൻറ്റിൽ പക്ഷേ ഒന്നിലധികം ഇലക്ട്രിക് ഫീൽഡുകൾ വരാം. അത് നമ്മളിനി പഠിക്കും. ഇപ്പോൾ ഒരു പ്ലസ് ക്യൂ വെച്ചു എന്ന് പറയുക, ഈ പോയിൻറ്റിൽ ഇത് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടുണ്ടാവും, ഇത് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടുണ്ടാവും. പക്ഷേ ഇതിനർത്ഥം എന്തല്ല? ഈ പോയിൻറ്റിൽ ഇലക്ട്രിക് ഫീൽഡിന് 2 ഡയറക്ഷൻ ഉണ്ടെന്നല്ല, ആ പോയിൻറ്റിൽ 2 ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ അവിടുത്തെ എഫക്റ്റീവ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദിസ് വെക്ടർ സമ്മാനിക്കും. ഓക്കെ, അപ്പം 2 ഫീൽഡുകൾക്ക് ഒരു സ്ഥലത്ത് വരാം, അല്ലെ 2 ചാർജുകൾ കാരണമുള്ള ഫീൽഡുകൾക്ക് ഒരു സ്ഥലത്ത് വരാം. പക്ഷേ അത് തമ്മിൽ എന്ത് ചെയ്യും? വെക്ടർ സം എടുത്ത് ഒരു ഒറ്റ ഡയറക്ഷനിലേക്കായിട്ട് മാറും. ഓക്കെ, കമ്പോണൻ്റൊക്കെ ആക്കി മാറ്റുന്നത് നമ്മളുടെ സൗകര്യത്തിന് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് 2 കമ്പോണൻ്റ് ഉണ്ടെന്ന് പറയാം, പക്ഷേ അവിടെ 2 ഡയറക്ഷൻ ഉണ്ടെന്ന് അർത്ഥമില്ല. അതിന് ഒറ്റ ഡയറക്ഷനേ ഉണ്ടാവുള്ളൂ. ഇത് പാരലോഗ്രാം കറക്റ്റല്ല വരച്ചേക്കുന്നത്, പോട്ടെ. ഓക്കെ, എനിവേ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഓക്കെ, ഇത്രയാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടീസൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അങ്ങനെയാണെങ്കിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള, നിങ്ങൾക്ക് നന്നായിട്ട് പരിചയമുള്ളൊരു ഇമേജ് ആയിരിക്കും ഈ ഒരു പോസിറ്റീവ് ചാർജും ഒരു പോസിറ്റീവ് ചാർജും ഇവിടെ വെച്ചു. ഇതിനിടയ്ക്കുള്ള ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ മാപ്പ് ചെയ്തിട്ടുണ്ട് +2-ന്. ഒരു ഇൻവേഴ്സും ഒക്കെ വരച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ വരച്ചിട്ടുണ്ടാവും അല്ലേ? ഇതേപോലെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ ഫിഗേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഫിഗർ നിങ്ങൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടാവും. എക്സാമ്പിൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ ഒരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് വെച്ചാൽ, അല്ല ഇത് നോക്കുക, ഒരു പോസിറ്റീവും വെച്ചാലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇമേജസ് ഒക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതെങ്ങനെയാണ് വരയ്ക്കുന്നത്? ഓക്കെ, ഇത് നമ്മൾ മാപ്പ് ചെയ്യാൻ ബേസിക്കലി അതിന് നിങ്ങൾ വാൾട്ടർ ലോയിൻ്റെ ലെക്ചേഴ്സ് കണ്ടിട്ടുണ്ട്, അതിനകത്ത് പുള്ളി ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ചെറിയ ഒരു കൈൻഡ് ഓഫ്, എന്താണ് അത് എക്സാക്ട്ലി മെറ്റീരിയലിൻ്റെ പേര് ഞാൻ പറഞ്ഞു, ഒരു സീഡോ അങ്ങനെ എന്തോ ഒരു സാധനമാണ്. ഇപ്പോൾ സപ്പോസ് ഇങ്ങനെ വിചാരിക്കുക, കുറച്ച് നെൽമണിയാണെന്ന് വിചാരിക്കാം, നമുക്ക് തൽക്കാലം അങ്ങനെ ഇമാജിൻ ചെയ്യാം. പക്ഷേ അതിലും ചെറിയ സാധനമാണ്. കുറച്ച് നെൽമണി എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? ഞാനതിനെ ചാർജ് ചെയ്യുന്നു. ഓക്കെ, അതിനെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾ 2 എഡ്ജിലായിട്ട് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, എനിക്ക് എന്ത് ചെയ്യാം? ഇതിനെ കൊണ്ടുവന്ന് ഞാനൊരു ക്യൂ ചാർജിൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങോട്ട് നിൽക്കും? ഒരു പോസിറ്റീവ് ചാർജിൻ്റെ അടുത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന നെൽമണി എങ്ങനെ നിൽക്കും? മൈനസ് പ്ലസ് ഇങ്ങനെ നിൽക്കും. കൈൻഡ് ഓഫ് ഡൈപോൾ തന്നെയാണത്. ദെൻ മൈനസ് പ്ലസ് ഇങ്ങനെ ഇത് അലൈൻ ചെയ്യും. ഇവിടെ മൈനസ് പ്ലസ്. സോ ഇത് അലൈൻ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് കാണാൻ പറ്റും. സിമിലർ ദാറ്റ് ഓഫ് എ കോമ്പസ് വയ്ക്കുമ്പോഴും ഇങ്ങനെയാണല്ലോ സംഭവിക്കുക. NS എന്ന് പറയുന്നത് അതിനനുസരിച്ച് ഇങ്ങനെ കറങ്ങി വരുന്ന സാധനമാണ്. പോട്ടെ, നമുക്കത് വിടാം. നമുക്കിത് അല്ലാതെ ഓക്കെ, അപ്പം എങ്ങനെ നമ്മൾ പഠിച്ച മാത്തമാറ്റിക്സ് യൂസ് ചെയ്ത്, അല്ലെങ്കിൽ പഠിച്ച ഇക്വേഷൻസും തിയറിയും യൂസ് ചെയ്ത് എങ്ങനെ മാപ്പ് ചെയ്യാം നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ഇവിടെ ഒരു പ്ലസ് ചാർജ് ഉണ്ട്. ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് ഇരിക്കുന്നതിനിടയ്ക്കുള്ള ഫീൽഡ് എങ്ങനെ വരും? ആ ഫിഗർ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും. നമ്മൾ അതല്ലാതെ ഇൻറ്റ്യൂട്ടീവ്ലി അതിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ആദ്യം അത് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരെണ്ണം ഇങ്ങോട്ട് കൊണ്ട് വരയ്ക്കാം.
മൈനസ്. അപ്പോൾ ഞാനത് ചെയ്യാൻ പോകുന്നത് ആദ്യം ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യും. ഓക്കെ, സേ ദിസ് പോയിന്റ്. ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഫീൽഡ് ഈ പോയിന്റ് നോക്കാം. ഈ പോയിന്റിൽ 2 ഇലക്ട്രിക് ഫീൽഡുകളുണ്ട്. ഒന്ന് 1 ഈസ് ഡ്യൂ ടു, രണ്ടും ഈക്വൽ ചാർജസ് ആണ്, ക്യൂവും ക്യൂ. ഇത് മൈനസ് ക്യൂ, ഇത് പ്ലസ് ക്യൂ. അപ്പം ഈ പ്ലസ് ചാർജ് കാരണം ഇവിടെ ഒരു ഫീൽഡുണ്ട്, മൈനസ് ചാർജ് കാരണം ഇവിടെ ഒരു ഫീൽഡുണ്ട്. ഇതിനകത്ത് ആരായിരിക്കും കൂടുതലുണ്ടാവുക? ഒബ്വിയസ്ലി പ്ലസ് ക്യൂ കാരണമുള്ളത്. കാരണം എന്താണ്? നിയററാണ്. അത് കാരണമുള്ള ഫീൽഡ് എങ്ങോട്ടായിരിക്കും? ഓക്കെ, എക്സാക്ട്ലി റേഡിയലി ഔട്ട്വേർഡ്. ദാറ്റ് മീൻസ് സംതിങ് ലൈക്ക്, ഞാനൊരു ഗ്രീനിൽ വരയ്ക്കും. സേ അത് കാരണമുള്ള ഫീൽഡ് ഇങ്ങോട്ടായിരിക്കും. ഓക്കെ, ഇത്രയൂടെ എൻ്റെ സ്ട്രെങ്ത് ഇരുന്നോട്ടെ. ഓക്കെ, ഇനി ഇത് കാരണം ഒരു ഫീൽഡുണ്ട്. ഇത് മൈനസ് ചാർജ് ആണ്. ഈ മൈനസ് ചാർജ് കാരണമുള്ള ഫീൽഡ് എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടായിരിക്കും. ഓക്കെ, അപ്പം എപ്പോഴും ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് അറിയാൻ അവിടെ ഒരു പോസിറ്റീവ് ചാർജ് കൊണ്ടുവച്ച് നോക്കുക. അതിനെ എങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്നു അതാണ്, എങ്ങോട്ട് പോകുന്നു അതായിരിക്കും ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഇത് കാരണമുള്ള ഫീൽഡ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടായിരിക്കും. പക്ഷേ ഇത്രയും സ്ട്രെങ്ത് ഉണ്ടാവുമോ? ഇല്ല, കാരണം ഇത് വളരെ ദൂരെയാണ്. സോ ഈ വെക്ടർ എങ്ങനെ വരും? ഇതേ ഡയറക്ഷൻ തന്നെയായിരിക്കും, പക്ഷേ ദിസ് വിൽ ബി എ സ്മോൾ തിങ്. ഓക്കെ, അപ്പം ഇവിടുത്തെ എഫക്റ്റീവ് ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ വരും നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇവിടുത്തെ എഫക്റ്റീവ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ പാരലോഗ്രാം. ഓക്കെ, സോ വി ഡ്രോ ഇറ്റ് സംതിങ് ലൈക്ക് ദിസ്. അപ്പോൾ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ, ഇറ്റ്സ് ഫൈൻ. ഇനി ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ മിഡ് പോയിൻറ്റുകൾ, ഓക്കെ, അതായത് ഇതിൻ്റെ ഇക്വറ്റോറിയൽ പ്ലെയിൻ എന്ന് തന്നെ പറയാം, ഈ പോയിൻറ്റിലെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. ഓക്കെ, നമുക്ക് ഈ പോയിൻ്റ് നോക്കാം. ഈ പോയിൻറ്റിൽ വരുമ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്, ഓക്കെ, കുറച്ചുകൂടി ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാം. സി ദിസ് പോയിൻറ്റ്, പ്ലസ് 2 ഒക്കെ ഇങ്ങനെ പിള്ളേരെ കൊണ്ട് വരപ്പിക്കുന്നത് ഭയങ്കര രസമുള്ള സാധനമാണ്. ഓക്കെ, അപ്പം ഇവിടെ നോക്കുക. ഇവിടെ നോക്കുമ്പം ഇത് ആക്ച്വലി എന്താണ്? പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിൽ നിന്നും ഇക്വി ഡിസ്റ്റൻ്റ് ആണ്. ഇക്വി ഡിസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, പക്ഷേ ഡയറക്ഷൻ ഡിഫറൻ്റ് ആണ്. കാരണം ഈ പ്ലസ് ഇതിനെ അങ്ങോട്ട് പുഷ് ചെയ്യും, ദാറ്റ് മീൻസ് ഇങ്ങോട്ട്. പക്ഷേ ഇത്ര ഉണ്ടാവില്ല. ഇനി ഈ നെഗറ്റീവ് എന്ത് ചെയ്യും? ഇതിനെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും, പക്ഷേ അത് നേരത്തെ നെഗറ്റീവിനേക്കാൾ കൂടുതലായിരിക്കും. സോ എനിക്ക് എന്ത് ചെയ്യാം? ഇത് പ്രൊപ്പോർഷണൽ അല്ല, ഞാൻ വരയ്ക്കുന്നതൊരു നമുക്ക് ഓക്കെ ഇങ്ങനെ കിട്ടും. ഇത് ആക്ച്വലി ഇക്വേഷനൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് വരയ്ക്കാൻ പറ്റും. സോ ഇതിൻ്റെ പ്രത്യേകത, ഇത് എക്സാക്ട്ലി ഒന്ന് ഇങ്ങോട്ടും ഇരിക്കും. ഈ ലൈൻ എന്ന് പറയുന്നത്, അതിൻ്റെ റിസൾട്ടൻറ്റ് എന്ന് പറയുന്നത് എക്സാക്ട്ലി ഇങ്ങനെ ഉണ്ടാവും. അതായത് ഇതിൻ്റെ ഒരു ആക്സിയൽ ലൈൻ വരച്ചാൽ അതിന് പാരലായിട്ടായിരിക്കും ഉണ്ടാവുക. ഇനി നമുക്ക് അടുത്ത ഒരെണ്ണോടെ വരയ്ക്കാം. സേ ഈ പോയിൻ്റ് നോക്കുക. ഈ പോയിന്റിൽ വരുമ്പോൾ ഉള്ള പ്രത്യേകത എന്താണ്? ഇതിൻ്റെ അളവ് കൂടി അല്ലേ? ഈ പോയിന്റിലേക്ക് വരുമ്പോൾ സേ ഇതിൻ്റെ അളവ് കൂടണം. ഓക്കെ, ഇത് സ്ട്രെങ്ത് കൂടി, ഇതുണ്ട്, പക്ഷേ ഇതിൻ്റെ സ്ട്രെങ്ത് എന്തായിരിക്കും? വളരെ വീക്കായിരിക്കും. നേരത്തെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. സോ ഇങ്ങോട്ട് വരും. അപ്പോൾ അടുത്ത ലൈൻ എനിക്ക് എങ്ങനെ വരയ്ക്കാം? നെക്സ്റ്റ് ലൈൻ വുഡ് ബി സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ ഇതെന്ത് സംഭവം? ഇതിനിടയ്ക്കുള്ള പോയിൻറ്റ്സ് ഒക്കെ എങ്ങനെ ആയിരിക്കും? നിങ്ങൾ ഇതിങ്ങനെ പ്രൊപ്പോർഷണലി വരച്ച് നോക്കിയാൽ മതി. അതേപോലെ ഇവിടെ വരച്ചാലും എന്ത് ചെയ്യും? ഇതിങ്ങനെ. ഇതിപ്പോൾ ഞാൻ വരയ്ക്കുന്നത് ആക്ച്വലി വെക്ടർ ഫീൽഡാണ്. ആക്ച്വലി നമുക്ക് ഒറിജിനൽ കേസിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് സാധാരണ നോർമൽ ഫീൽഡ് ലൈൻസിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യാം? ഇതിനെ വളരെ ഈസി ആയിട്ട് നമ്മൾ നേരത്തെ വരച്ചതുപോലെ ഇതിനെ കണക്റ്റഡ് ലൈൻസ് ആക്കി വരയ്ക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും? ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഇതിൻ്റെ ഔട്ട്സൈഡ് സാധനവും നിങ്ങൾക്ക് ഇതുപോലെ മാപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, ഒരു സാമ്പിൾ 1-2 പോയിൻറ്റ്സിൻ്റെ വരച്ച് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും സാധനം. കാരണം ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലായി, ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ വളയുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഈ പോയിന്റിൽ വരുമ്പം ഈ പോസിറ്റീവിൻ്റെ സ്ട്രെങ്ത് ഭയങ്കര കൂടുതലാണ്. ഓക്കെ, ഇങ്ങോട്ട് വരുമ്പോൾ ഇതിൻ്റെ സ്ട്രെങ്ത് കുറയും, അതിനനുസരിച്ച് ഇത് കുറയേയില്ല. അപ്പം ഇതിൻ്റെ ഒരു ഇൻഫ്ലുവൻസും കൂടെ കയറി വന്നിട്ടാണ് ഇതിനെ ഇങ്ങനെ വളച്ചെടുക്കുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ ഇത് വളഞ്ഞ് വരുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ വരും, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് എനിക്കത് നമ്മൾ പഠിച്ച ഇലക്ട്രിക് ഫീൽഡിൻ്റെ കൺസെപ്റ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് ഇത് വരച്ചെടുക്കാം. ഇതുപോലെ പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിലും റിപ്പൾസിങ് ഫീൽഡ് ആണെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ മാപ്പ് ചെയ്തെടുക്കാൻ പറ്റും. റിപ്പൾസിങ് ഫീൽഡ് വരുമ്പോൾ സേ പ്ലസ് ആണെങ്കിൽ ഇവിടെ ഈ പോയിന്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് അങ്ങോട്ട് ഇതിനെ പുഷ് ചെയ്യും, ഇത് ഇങ്ങോട്ട് ഇതിനെ പുഷ് ചെയ്യും. സോ എഫക്റ്റീവ്ലി ഇങ്ങനെ ഇരിക്കും. ഇവിടെ ഒരെണ്ണം നോക്കിയാലും ഇങ്ങനെ ഇരിക്കും. സോ ഇതിവിടെ വന്നിട്ട് ഇങ്ങനെ പോകും. ഓക്കെ, അത് നിങ്ങൾ വരച്ച് നോക്കിയാൽ മതി. എനിവേ ഇങ്ങനെ എനിക്ക് എന്ത് ചെയ്യാം? വിത്തൗട്ട് നോയിങ് മച്ച് അബൌട്ട് ദ അല്ലെങ്കിൽ വിത്തൗട്ട് ഡൂയിങ് ദാറ്റ് എക്സ്പെരിമെൻറ്റ് വി ക്യാൻ ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അതായത് വി ക്യാൻ പ്രെഡിക്റ്റ് ദ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ,
ഒരു സയൻറ്റിഫിക് തിയറിക്ക് ഉണ്ടാവേണ്ട ഒരു ക്വാളിറ്റിയാണ്, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അതായത് ഇത് ചെയ്ത് നോക്കിയിട്ട് ഉത്തരം പറയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മാത്തമാറ്റിക്കലി പറയാൻ പറ്റും എന്നുള്ളതാണ് എന്തിൻ്റെ പ്രത്യേകത, ഈ ഒരു സാധനത്തിൻ്റെ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ഇതൊന്നുമല്ല, നമ്മളൊരു ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പറഞ്ഞു. ഫീൽഡ് ലൈൻസിൻ്റെ ഉപയോഗിച്ച് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ കൺസെപ്റ്റ് നമുക്ക് കൊണ്ടുവരണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്ന ക്വാണ്ടിറ്റിയാണ് നമ്മൾ അന്നേരം വിളിച്ച് അതിനെ ഡെൻസിറ്റി എന്നാണ്, അല്ലേ? അതായത് ഫീൽഡ് ലൈൻസിൻ്റെ ഡെൻസിറ്റി. ഒരിടത്ത് തിക്കറാണെങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ് കൂടുതലായിരിക്കും, തിന്നറാണെങ്കിൽ അല്ലെങ്കിൽ റയറാണെങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ് കുറവായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അതിന് പകരം നമ്മളൊരു ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്യുകയാണ്. ദാറ്റ് ഈസ് കോൾഡ് ഫ്ലെക്സ്, വിച്ച് ഈസ് ഈക്വൽ ടു സം ഫൈ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. ഓക്കെ, സോറി, ഈ ഡോട്ട് ഗ്രിഫിത്തിൽ ഡി എ ആണ് യൂസ് ചെയ്യുക, ഡി എ. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ക്വാണ്ടിറ്റി നമ്മൾ ഫ്ലെക്സിനെ ഡിഫൈൻ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ സാധനം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മളിപ്പോൾ വെക്ടർ കാൽക്കുലസ് വീണ്ടും നമുക്ക് ഇവിടെ ആവശ്യമായിട്ട് വരും. എവിടെയെങ്കിലും നിങ്ങൾക്ക് ഫ്ലെക്സ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, നമ്മുടെ സർഫസ് ഇൻ്റഗ്രൽ എങ്ങനെ ചെയ്യാം എന്ന് പഠിച്ചെങ്കിലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ എന്തെടുത്തത്, മാത്തമാറ്റിക്കലിൽ ആ സാധനങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ നമുക്കതിനകത്ത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഡി ഫൈ ഈസ് ഈക്വൽ ടു എന്തെഴുതാം, ഇൻ്റഗ്രൽ വേണ്ട, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ദാറ്റ് ഈസ് ഇ ഡോട്ട് ഡി എ. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാം. അതായത് നമുക്കൊരു ഏരിയ ഉണ്ടെന്ന് വിചാരിക്കാം, സേ സം ഏരിയ ലൈക്ക് ദിസ്, ആൻഡ് ഈ സ്ഥലത്ത് കുറച്ച് ഇലക്ട്രിക് ഫീൽഡ് പോകുന്നുണ്ടെന്ന് വിചാരിക്കുക. അതിപ്പോൾ ഇതിനകത്തൂടെ പാസ് ചെയ്ത് പോവും. സോ ദാറ്റ് ക്യാൻ ബി സംതിങ് ലൈക്ക് ദിസ്. ഇവിടെ ഉണ്ടാവാം, അത് ഇതിലേക്കൂടെ കടന്നു പോകാം. അപ്പം ഇതിനകത്തൂടെ പാസ് ചെയ്ത് പോകുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഒരു കണക്കെടുപ്പാണ് നമ്മൾ ആക്ച്വലി ഫ്ലക്സ് എന്ന് പറഞ്ഞ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം തോന്നുമ്പം വിചാരിക്കും ഫ്ലക്സിൻ്റെ വാല്യൂ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തുകൂടെ, വേണമെങ്കിൽ കുറേ ഫീൽഡ് ലൈൻസ് വരച്ചാൽ ഫ്ലക്സ് കൂട്ടാം, കുറേ വരച്ച് കഴിഞ്ഞാൽ കുറയ്ക്കാം. അപ്പോൾ നമ്മൾ ഈ ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് നമ്മൾ ഡ്രോ ചെയ്യുന്നതനുസരിച്ചിരിക്കും. ഒരേ പ്രൊപ്പോർഷണാലിറ്റി വരയ്ക്കാമെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ആക്ച്വലി അത് ഫീൽഡ് ലൈൻസ് പോകുന്നു എന്ന് പറയുന്നതിനേക്കാൾ കറക്റ്റ് ഈ ഇലക്ട്രിക് ഫീൽഡ് അതിലേക്കൂടെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ ഉണ്ട് എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ കറക്റ്റ്. ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ തെറ്റാണെന്നല്ല, പക്ഷേ ഫീൽഡ് ലൈൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എണ്ണിയെടുക്കാം എന്നൊരു സാധനമാണ്. പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് ആക്ച്വലി ഒരു കണ്ടിന്യൂസ് തിങ് ആണ്. അതായത് ഇവിടെ മാത്രമല്ല, ഇതിനിടയ്ക്ക് എല്ലായിടത്തുമുള്ള ഒരു സാധനമാണ്. ഓക്കെ, അപ്പോൾ ഇത് എത്ര എണ്ണം പാസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഇക്വേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് വെറും ഒരു ഇ ഇൻറ്റു ഡി എ ഒന്നുമല്ല. ഓക്കെ, അതെങ്ങനെയാണ് കിടക്കുന്നത്, ഇ ഡോട്ട് ഡി എ എന്നാണ്. ദാറ്റ് മീൻസ് വി ആർ ടേക്കിംഗ് എ ഡോട്ട് പ്രോഡക്റ്റ്. ഓക്കെ, ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ നേരത്തെ ഡോട്ട് പ്രോഡക്റ്റിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു എ വെക്ടറും ഒരു ബി വെക്ടറും ഉണ്ടെങ്കിൽ നമ്മൾ എ ബി കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തീറ്റ എന്തായിരിക്കും, ഇതിനിടയ്ക്കുള്ള ആംഗിൾ ആയിരിക്കും. ഇതിനകത്ത് ബി കോസ് തീറ്റ എന്താണ്, ബി കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർ എ കോസ് തീറ്റ എന്ന് എടുക്കാം. ബി കോസ് തീറ്റ എടുത്തു കഴിഞ്ഞാൽ എന്താണ്, ബിയുടെ എയുടെ ഡയറക്ഷനുള്ള പ്രൊജക്ഷനാണ്. നേരെ തിരിച്ചാലോചിച്ചാൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ എടുത്തു ബി എ കോസ് തീറ്റ എന്ന് എഴുതാം. ബി എ കോസ് തീറ്റ എന്ന് എഴുതിയ അതിന് അർത്ഥം എന്താണ്, ബി എയുടെ ബി എ കോസ് തീറ്റ എന്താണ്, ഇതല്ലേ തീറ്റ, അപ്പം എയുടെ ഈ കമ്പോണൻ്റാണ്. ഓക്കെ, അതായത് ബിയുടെ ഡയറക്ഷനിലുള്ള കമ്പോണൻസിനെ ഞാൻ കണ്ടെത്തുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇ ഇൻറ്റു ഡി എ കോസ് തീറ്റ എന്ന് ഞാൻ എഴുതും. വാട്ട് ഈസ് ഡി എ കോസ് തീറ്റ? ഡി എ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലുള്ള ഏരിയയുടെ കമ്പോണൻസിനെയാണ് ഞാൻ എന്ത് വിളിക്കുന്നത്, ഐ കോൾ ഇറ്റ് ആസ് ഡി എ കോസ് തീറ്റ. ഓക്കെ, അപ്പം ഇലക്ട്രിക് ഇനി ഈ വെക്ടർ സൈൻ വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. സോ ഈ ഡി എ കോസ് തീറ്റ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, അതായത് ഇലക്ട്രിക് ഫീൽഡിന് പാരലായിട്ടുള്ള ഏരിയ കമ്പോണൻസിനെ കണ്ടുപിടിക്കുന്നു. ഓക്കെ, ഇല്ലെങ്കിൽ നേരെ തിരിച്ച് പറയാം, അല്ലെങ്കിൽ എന്താണ്, ഏരിയയുടെ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ, ഏരിയയുടെ പാരലൽ ഡയറക്ഷനിലുള്ള, ഏരിയയ്ക്ക് പാരലായിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിനെ കണ്ടെത്തുന്നു. അപ്പോൾ ഈ പാരലൽ പെർപെൻഡിക്കുലർ കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ പറയാം, നമ്മൾ ഏരിയയ്ക്ക് പെർപെൻഡിക്കുലർ എന്ന് നമ്മൾ ഇത്രയും കാലം പഠിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ നമ്മൾ യൂഷ്വൽ ടേമിൽ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് ഏരിയയുടെ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്, അല്ലേ? ഏരിയ ആയിട്ട് 90 ഡിഗ്രി മേക്ക് ചെയ്യുന്ന ആൾ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മളിപ്പോൾ തൊട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഏരിയയുടെ ഡയറക്ഷൻ എങ്ങനെയാണ് എടുക്കുന്നത്. ഇങ്ങനെയല്ല, ഏരിയയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഏരിയയുടെ മുകളിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു യൂണിറ്റ് വെക്ടർ, യൂഷ്വലി ഇതിന് നമ്മൾ എൻ ക്യാപ്പ് എന്ന് കൊടുക്കാറുണ്ട്. ഇതിനെയാണ് നമ്മൾ, ഈ വെക്ടറിനെയാണ് ഞാൻ എന്ത് പറയുന്നത്, ഡയറക്ഷൻ ഓഫ് ഏരിയ. ഓക്കെ, അപ്പോൾ
ഏരിയയ്ക്ക് ആക്ച്വലി ഫിസിക്കലി അതിന് പെർപെൻഡിക്കുലറായിട്ട് ഒരാൾ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇങ്ങനൊരു ഈ ഫീൽഡ് പോകാമെന്ന് പറഞ്ഞാൽ ഈ ആക്ച്വലി ആർക്ക് പാരലാണ്? എൻ ക്യാപ്പിന് പാരലാണ്. ഓക്കെ, അപ്പോൾ ഈ ഇക്കും എൻ ക്യാപ്പിനും ഇടയ്ക്കുള്ള എന്താണ് ആംഗിളിനെയാണ് നമ്മൾ തീറ്റ എന്ന് വിളിക്കുക. ദാറ്റ് മീൻസ് ഒരു ഏരിയ ഉണ്ട്, ആ ഏരിയയിലൂടെ ഒരു ഇലക്ട്രിക് ഫീൽഡാണ് 90 ഡിഗ്രിയിൽ പാസ് ചെയ്ത് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം അതിൻ്റെ കോസ് തീറ്റ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? തീറ്റ ഈസ് നോട്ട് ദിസ് ആംഗിൾ. നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഏരിയയുടെ നോർമൽ കൂടി നിങ്ങൾ വരയ്ക്കണം. ദിസ് ഈസ് എൻ ക്യാപ്പ്. ഓക്കെ, ഇതിനിടയ്ക്കുള്ള ആംഗിൾ ദാറ്റ് ഈസ് 0, ദാറ്റ് ഈസ് കോസ് 0 വിച്ച് ഈസ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ആംഗിൾ ചൂസ് ചെയ്യേണ്ടത്. ഏരിയയുടെ നോർമൽ എന്ന് നമ്മൾ ഇനി എടുത്ത് പറയില്ല. ഏരിയയുടെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാലേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഏരിയയ്ക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ. ഇതാണ് ആക്ച്വലി ഏരിയയുടെ ഡയറക്ഷൻ. അപ്പം തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഏരിയ ആൻഡ് ഇ എന്ന് പറഞ്ഞാൽ മതിയാവും. ദാറ്റ് ഈസ് ഇനഫ്. ഓക്കെ, അതിനകത്തുനിന്ന് തന്നെ നമുക്ക് എന്താണ് ഈ മീനിങ് നമുക്ക് കിട്ടും. ഓക്കെ, ഓക്കെ, അപ്പം കുറച്ചുകൂടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്, അതായത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിങ് നോർമലി ത്രൂ ആൻ ഏരിയ, അല്ലെങ്കിൽ ഈ ഏരിയയിലൂടെ പോകുന്ന നോർമൽ കമ്പോണൻസിനെ പിക്ക് ചെയ്യും എന്നാണ് പറയുന്നതിനേക്കാൾ കറക്റ്റ് ഈ പോകുന്ന ഡയറക്ഷനിലേക്ക് ഏരിയ എത്ര ഉണ്ട് എന്നാണ് നമ്മൾ ആക്ച്വലി നോക്കാം. പോട്ടെ, അത് തമ്മിൽ കാൽക്കുലേഷനകത്ത് വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞു വന്ന സാധനം. ഓക്കെ, അപ്പോൾ ഈ സാധനം എന്തായിരുന്നു? ഇ ഡോട്ട് ഡി എ എന്ന് പറയുന്നതിനാണ് നമ്മൾ എന്ത് വിളിച്ചത്? ഫൈ എന്ന് വിളിച്ചത്. നമ്മൾ ഈ ഇൻ്റഗ്രലിനെ തന്നെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? ഫ്ലക്സ് എന്ന് വിളിക്കാറുണ്ട്. കാരണം ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഫ്ലോ എന്നുള്ള രീതിയിൽ അന്നേ പറഞ്ഞു. സോ ഇതിനെ നമ്മൾ എന്ത് പറയും? ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് വിളിക്കും. ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡി എ. ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ നമുക്ക് വേണം. ദെൻ ഫൈ ഇ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം? വേറൊരു രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. എന്ത്? ഇ ഡോട്ട് ഡി എ. എന്താണ് ഇതിൻ്റെ മീനിങ്? നമ്മൾ അന്ന് പഠിച്ചിട്ടുണ്ട്. ഓവർ എ ക്ലോസ്ഡ് സർഫസ്. ഒരു ക്ലോസ്ഡ് സർഫസിൽ ഇത് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ഇ ഡോട്ട് ഡി എ എന്ന് എനിക്ക് വിളിക്കാം. ഓക്കെ, ഇതെന്താണ്? ഓവർ എ ക്ലോസ്ഡ് സർഫസ് ആണിത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. ഫൈ ഇ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഇപ്പോൾ ഞാനിങ്ങനെ എഴുതുന്നു ഫൈ ടോട്ടൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത് ടോട്ടൽ ത്രൂ എ ക്ലോസ്ഡ് സർഫസ് എന്ന് വിചാരിക്കുക. ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എ എന്ന് വിചാരിക്കുക. ഓക്കെ, ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എ എന്ന് വിചാരിക്കുക. അങ്ങനെ ഇ ഡോട്ട് ഡി എ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മീനിങ് എന്താണ്? അതായത് ഈ ഏരിയയിലൂടെ, ഈ ക്ലോസ്ഡ് ഏരിയയിലൂടെ പുറത്തേക്ക് വരുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ കൗണ്ടാണ്, അല്ലെങ്കിൽ ഫീൽഡ് ലൈൻസിൻ്റെ ടൈമിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു. നിങ്ങളൊരു ക്യൂ ചാർജിന് നിങ്ങൾ 4 ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ 2Qന് നിങ്ങൾ എത്ര എണ്ണം വരയ്ക്കണം? അതിൻ്റെ ഡബിൾ വരച്ചിട്ടുണ്ടാവണം. അതാണ് അതിൻ്റെ ട്രൂ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കുക. ഒരു സ്ഫിയറിനകത്ത് ഞാനൊരു ക്യൂ ചാർജ് വെച്ചു ഈ റെപ്രസെൻറ്റേഷൻ അനുസരിച്ച്. അങ്ങനെയാണെങ്കിൽ പുറത്തേക്ക് എത്ര ഫീൽഡ് ലൈൻസ് ഉണ്ടാവും? 4 എണ്ണം ഉണ്ടാവും. ഓക്കെ, ഇതിനി എത്ര വലിയ സ്ഫിയർ ആയാലും എത്ര എണ്ണം ഉണ്ടാവും? 4 എണ്ണം ഉണ്ടാവും. ഓക്കെ, സിമിലർലി ഇതിനിടയ്ക്ക് 2Q ആണുള്ളതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്തേക്ക് എത്ര എണ്ണം ഉണ്ടാവും? ദെയർ വിൽ ബി 8. സോ അകത്ത് ഉള്ള ആളാണ്, അല്ലെങ്കിൽ ഈ സ്ഫിയറിനകത്തുള്ള നെറ്റ് ചാർജിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് പുറത്തേക്ക് എന്ത് കിട്ടുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കിട്ടുന്നത്. ഓർ അത് ത്രൂ ആൻ ഏരിയ പാസ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് പറയാം? ഫ്ലക്സ്. അതായത് പുറത്ത് കിട്ടുന്ന ഒരു എൻക്ലോസ്ഡ് ഏരിയയ്ക്ക് പുറത്തുള്ള ഫ്ലക്സ് നിങ്ങൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് അത് അതിൻ്റെ പ്രൊപ്പോർഷണാലിറ്റി മാത്രമേ പറയുന്നുള്ളൂ. നമുക്ക് എന്താണെന്ന് അതെങ്ങനെ വരും എന്നൊക്കെ നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ക്യൂ. ഓക്കെ, അതെന്തിൻ്റെ മെഷറായിരിക്കും? ക്യൂവിൻ്റെ മെഷറായിരിക്കും. ഓക്കെ, അതായത് പുറത്തൂടെ പോകുന്ന ഫ്ലക്സ് എത്ര ലൈൻസ് പോകുന്നു, അല്ലെങ്കിൽ ഫ്ലക്സ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ വി ക്യാൻ ഇൻഡയറക്ട്ലി മെഷർ ക്യൂ. എന്താണ് ദിസ് ഈസ് ദ ബേസിക്സ് ഓഫ് ഗോസ് ലോ. ഓക്കെ, അതായത് അകത്തുള്ളതിൽ നിന്ന്, അല്ലെങ്കിൽ പുറത്തേക്ക് വരുന്നതിൽ നിന്ന് അകത്തുള്ളത് മെഷർ ചെയ്യാൻ പറ്റും. ആക്ച്വലി ഫീൽഡ് ലൈൻസിൻ്റെ കൺസെപ്റ്റിൽ നിന്ന് തന്നെയാണ് ആ ഗോസസ് ലോ എന്ന് പറയുന്ന ആൾ വരുന്നത്. അപ്പം നമുക്കതിനെ ഒന്ന് മെഷർ ചെയ്ത് നോക്കാം എങ്ങനെ അത് കിട്ടും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഗോസസ് ലോയുടെ
എന്താ പറയുക, ജനറൽ ഡെറിവേഷൻ എന്ന് പറയാൻ പറ്റില്ല, അത് നമ്മൾ വേറൊരു രീതിയിൽ ഡിറൈവ് ചെയ്യും. അതിന് നമ്മൾ മാത്തമാറ്റിക്സിലെ ഡെൽറ്റ ഫംഗ്ഷൻ എന്ന് പറയുന്നൊരു സാധനം കൂടി പഠിക്കണം. അത് നമ്മൾ അടുത്ത ദിവസം എടുക്കുള്ളൂ. നമുക്ക് പക്ഷേ അതില്ലാതെ തന്നെ, ആ മാത്തമാറ്റിക്സ് ഇല്ലാതെ തന്നെ നമുക്ക് ഗോസസ് ലോയിലേക്ക് വേറൊരു രീതിയിൽ പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുക, ഒരു ക്യൂ ചാർജ് ഒറിജിനൽ വെച്ചിട്ടുണ്ട്, അതിന് ചുറ്റും ഒരു R റേഡിയസ് ഉള്ള സ്ഫിയർ കൺസിഡർ ചെയ്യാം. ഓക്കെ, R റേഡിയസ് ഉള്ള സ്ഫിയർ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇത് സ്ഫിയർ ആണ്. ഓക്കെ, ഇനി എനിക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഐ ആം ഗോയിങ് ടു കാൽക്കുലേറ്റ് E ഡോട്ട് DA. ഓക്കെ, ടോട്ടൽ E ഡോട്ട് ഫൈ. അതായത് വി ഹാവ് ടു കാൽക്കുലേറ്റ് ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദ സ്ഫെറിക്കൽ സർഫസ്, ത്രൂ ദ സ്ഫെറിക്കൽ സർഫസ്. ഓക്കെ, സ്ഫിയറിൻ്റെ സർഫസിലൂടെ, അതിൻ്റെ കുഴപ്പമില്ല. ഓക്കെ, സ്ഫെറിക്കൽ സർഫസിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം ഇനി നിങ്ങൾ അറിയേണ്ടത് നമ്മൾ പണ്ട് പഠിച്ച സാധനങ്ങളൊക്കെയാണ്. അതായത് മാത്തമാറ്റിക്കലിൽ പഠിച്ച കുറച്ച് കാര്യങ്ങൾ അറിയണം. അപ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ആദ്യം നമ്മൾ എന്ത് ചെയ്യും? d∅ കാൽക്കുലേറ്റ് ചെയ്യണം. d∅ ഈസ് ഈക്വൽ ടു E ഡോട്ട് DA ആണല്ലോ. അപ്പം E അറിയണം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു d∅ എന്ന് പറയുന്ന ഒരു ചെറിയ ഏരിയ എലമെൻറ്റ്, DA എന്ന് പറയുന്ന ഒരു ഏരിയ എലമെൻറ്റ് കണ്ടുപിടിക്കുന്നു. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഒരു ഏരിയ എലമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഫൈൻ, നൈസ്. ഓക്കെ, ഇനി എനിക്ക് എന്ത് ചെയ്യാം? ഈ ഏരിയ എലമെൻറ്റിൻ്റെ ഡയറക്ഷൻ അറിയണം. ഈ ഏരിയ എലമെൻറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഓക്കെ, അപ്പോൾ നമുക്കുള്ളതൊരു സ്ഫിയറാണ്. സ്ഫിയറിൻ്റെ സർഫസിലെ ഒരു ഏരിയ. അപ്പോൾ ക്ലോസ്ഡ് സർഫസ് ആണെങ്കിൽ എപ്പോഴും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ബൈ കൺവെൻഷൻ നമ്മൾ ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് എടുക്കേണ്ടത്? ഔട്ട്വേർഡ് എന്ന് എടുത്തോണം. സോ ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് n ക്യാപ് ഓർ ഓക്കെ, n ക്യാപ് നടന്നോട്ടെ. അത് ആ സ്ഫിയറിൻ്റെ റേഡിയസ് അനുസരിച്ചായതുകൊണ്ട് നമുക്ക് അതിൻ്റെ പേരൊക്കെ മാറ്റി വിളിക്കാം. അപ്പം DAയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എനിക്ക് കിട്ടി. ഓക്കെ, ഇനി ആ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് അറിയണം. ഓക്കെ, അതൊന്നും കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷേ അതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യുന്നു? ഐ ആം ഫിക്സിങ് എ കോർഡിനേറ്റ് ഹിയർ. ഓക്കെ, ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് സ്ഫെറിക്കൽ കോർഡിനേറ്റ് ആണ്. എന്തുകൊണ്ടാണ് സ്ഫെറിക്കൽ കോർഡിനേറ്റ്സ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പോയിന്റിൽ നിന്ന് ഓക്കെ R റേഡിയസ് ഉള്ള ആ സ്ഫിയറിൻ്റെ സർഫസിൽ എവിടെ പോയാലും ഓക്കെ എൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. ഓക്കെ, എനിക്ക് ജസ്റ്റ് ഒരു R യൂസ് ചെയ്ത് ഇതിനെല്ലാം റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അവിടെ ഇപ്പം XYയിലാണെങ്കിൽ അല്ലെങ്കിൽ കാർട്ടീഷ്യനിലാണെങ്കിൽ നിങ്ങൾ XYZ ഈ 3 കോർഡിനേറ്റ് ഇട്ട് വേരി ചെയ്യേണ്ടി വരും. ഇവിടെ എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. R എന്ന് പറയുന്ന ഒറ്റ കോർഡിനേറ്റിലൂടെ തന്നെ ആ മീനിങ് എനിക്ക് കിട്ടിക്കഴിഞ്ഞു. സോ ഞാൻ എന്തിന് കഷ്ടപ്പെടണ്ട? കാർട്ടീഷ്യനിലൊന്നും ഇട്ട് കഷ്ടപ്പെടണ്ട. എനിക്ക് ഈ ഇലക്ട്രിക് ഫീൽഡിന്, ഈ പർട്ടിക്കുലർ ഇലക്ട്രിക് ഫീൽഡിന് എന്തുണ്ട്? ഒരു സ്ഫെറിക്കൽ സിമെട്രി ഉള്ളതുകൊണ്ട് എനിക്ക് സ്ഫെറിക്കൽ കോർഡിനേറ്റ്സ് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ സ്ഫെറിക്കൽ കോർഡിനേറ്റ്സ് എടുക്കുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ സ്ഫെറിക്കൽ കോർഡിനേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് R ആണ്. അപ്പം ഈ പോയിന്റിലെ ഓക്കെ അറ്റ് ദിസ് പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? E ഈസ് ഈക്വൽ ടു 1/4πε. ഞാൻ നേരത്തെ പറഞ്ഞു ക്യൂവിനെ പ്ലേസ് ചെയ്യുന്ന ഒറിജിനിലാണ്. 1/4πε0 Q ബൈ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? R. ഈ R എന്ന് പറയുന്നത് നമ്മുടെ സ്ഫെറിക്കൽ പോളാറിലെ R ആണ്. ഓക്കെ, നിങ്ങൾ ആ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ഇതൊന്നുകൂടെ ഒന്ന് കാണണം ആ വീഡിയോ. അത് ഇത്തിരി പാടാണ് അത് പഠിച്ചെടുക്കാൻ. അതായത് ഒറിജിനിൽ നിന്ന് ഏതാണോ പോയിന്റ് അവിടേക്കുള്ള ഡിസ്റ്റൻസിനെയാണ്, റേഡിയൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ R എന്ന് വിളിച്ചത്. അപ്പം 1/4πε0 Q ബൈ R² ഇൻറ്റു എന്താണ് ഡയറക്ഷൻ? ഇതാണ് ഡയറക്ഷൻ, ദാറ്റ് ഈസ് എലോങ് R ക്യാപ്. ഇതാണ് എൻ്റെ E. ഇനി DA ഇനി കണ്ടുപിടിക്കണം. DA എന്താണ്? DA എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ എലമെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എന്താണ്, നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റം പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈൻ എലമെൻറ്റ്, ഏരിയ എലമെൻറ്റ്, സർഫസ് എലമെൻറ്റ് ഓരോന്നിൻ്റെതും പഠിച്ചിരിക്കണം എന്നുള്ളത്. അപ്പോൾ സ്ഫെറിക്കലിൻ്റെ കേസിൽ നമ്മുടെ ലൈൻ എലമെൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല. DL ഈസ് ഈക്വൽ ടു DR ഇൻറ്റു R ക്യാപ് പ്ലസ് R d തീറ്റ ഇൻറ്റു തീറ്റ ക്യാപ് പ്ലസ് R സൈൻ തീറ്റ d∅ ഇൻറ്റു ഫൈ ക്യാപ്. ഓക്കെ, ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണെന്ത്? എൻ്റെ ലൈൻ എലമെൻ്റ് എന്ന് പറയുന്നത്. അതായത് സ്ഫെറിക്കൽ പോളാറിനകത്ത് ഓരോന്നും R dR വേരി ചെയ്യുന്നു, തീറ്റ എന്ന് പറയുന്നത് d തീറ്റ വേരി ചെയ്യുന്നു, ദെൻ ഫൈ എന്ന് പറയുന്നത് സൈൻ d∅ വേരി ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റീവ്ലി ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്ന DL ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ഏതെങ്കിലും രണ്ട് പേര് അല്ലെങ്കിൽ ഏതെങ്കിലും പെയേഴ്സ് നമുക്ക് വേരി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഏരിയ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നമ്മൾ എടുക്കുന്നത് ഒരു സ്ഫിയറിൻ്റെ സർഫസിലെ ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണെന്ന് വിചാരിക്കുക. അപ്പം സ്ഫിയറിൻ്റെ സർഫസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, സ്ഫിയറിൻ്റെ സർഫസിൽ എല്ലായിടത്തും ഈ R എന്താണ്?
ഇവിടെയും എല്ലാം ആറാണ്. പിന്നെ വേരി ചെയ്യുന്ന ഏതാണ്? ഈ സർഫസ് ഏരിയ എന്ന് പറയുന്ന സർഫസിലൂടെ നിങ്ങൾ മൂവ് ചെയ്യുമ്പം വേരി ചെയ്യുന്നത് ആക്ച്വലി ആരൊക്കെയാണ്? ഡി തീറ്റയും ഡി ഫൈയും ആണ്. അപ്പോൾ ഡി തീറ്റ ഡി ഫൈ ഈ വേരിയേഷൻ എന്ത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്? ഒരു ഏരിയ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ സാധാരണ എഴുതുന്ന പോലെ ഡി എക്സ് ഡി വൈ എന്ന് പ്രോഡക്റ്റ് എടുക്കാൻ ഇവിടെ പറ്റില്ല. കാരണം എന്താണ്? ഡി തീറ്റ ഡി ഫൈയും രണ്ട് ആംഗിളാണ്. കറസ്പോണ്ടിങ് ലെങ്ത് എന്ന് പറയുന്നത് ആർ ഡി ഫൈയും ആർ സൈൻ തീറ്റയാണ്. സോ ആർ സ്ക്വയർ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ എന്ന് പറയുന്നതാണ് ഈ ഏരിയ എലമെൻറ്റ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. നിങ്ങൾ ഒന്നുകൂടെ പോയി ആ വീഡിയോ കണ്ടാലും കുഴപ്പമില്ല. ഈ തീറ്റ ഡി ഫൈ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ വീഡിയോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഡി എ ഞാൻ എങ്ങനെ ഡിഫൈൻ ചെയ്തു? ആർ സ്ക്വയർ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ. ഇറ്റ് ഈസ് എലോങ്, ഇറ്റ് ഹാസ് എ ഡയറക്ഷൻ, ഇറ്റ് ഈസ് എലോങ് ആർ ക്യാപ്പ്. ഓക്കെ, അതും ഇവിടെ നിന്ന് തന്നെ കിട്ടും. ഈ രണ്ട് ഏരിയയുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എലോങ് ആർ ക്യാപ്പ് ആയിരിക്കും. ഇതുമാണെങ്കിൽ അത് എലോങ് ഫൈ ക്യാപ്പ് ആയിരിക്കും. ഇതൊക്കെ അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാനതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പം ഈ ഡോട്ട് ഇയും കിട്ടി, ഡി എയും കിട്ടി. ഇനി എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഇ ഡോട്ട് ഡി എ കാൽക്കുലേറ്റ് ചെയ്യണം. ഇ ഡോട്ട് ഡി എ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താണ് ഇതിൻ്റെ, അതായത് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഫിഗറിൽ നോക്കിയാൽ, ഫിഗർ ഞാനൊന്നെടുത്ത് താഴോട്ട് വയ്ക്കാം. ഓക്കെ, നൗ ഹിയർ യു ക്യാൻ സീ. ആ ഫിഗറിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും, ഓക്കെ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും ഏരിയ ഡയറക്ഷനും പാരലാണ്. അപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ എന്ത് വരും? സെയിം. ഇത് ആർ ക്യാപ്പ് ആണ്. സോ ഇ ഡോട്ട് ഡി എ എന്ന് പറയുന്നത്, യു വിൽ ഗെറ്റ് 1/4πε0 Q/r² ഇൻറ്റു r² സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ എന്ന് കിട്ടും. ഇത് വായിച്ച് കളയാം. ഓക്കെ, ഇങ്ങനെ കിട്ടും എനിക്ക്. ഓക്കെ, ഇനി ഇതാണ് എൻ്റെ ഇ ഡോട്ട് ഡി എ. ഇനി എന്ത് ചെയ്യണം? ദിസ് ഈസ് മൈ ഡി ഫൈ. നൗ ഫൈ ഈസ് ഈക്വൽ ടു എന്താണ്? ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എ വിച്ച് ഈസ് ഈക്വൽ ടു 1/4πε0. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ആർ സ്ക്വയർ എന്ന് പറയുന്ന സാധനം മനസ്സിലാവും. ആക്ച്വലി ഈ r² ഡിപ്പെൻഡൻസ് ആണ്, അതായത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ r² ഡിപ്പെൻഡൻസ് ആണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ ഗോസസ് ലോ തരാനുള്ളൊരു റീസൺ. നമുക്കിത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആർ ഡിപ്പെൻഡൻസ് പോയി കിട്ടി. ഇനി എന്തൊക്കെയുള്ളൂ? 1/4πε0 Q ഇൻറ്റു സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ. നൗ Q/4πε0 ഇൻ്റഗ്രൽ സൈൻ തീറ്റ ഡി തീറ്റ, അടുത്തൊരു ഇൻ്റഗ്രൽ ഉണ്ട്, ഇൻ്റഗ്രൽ ഡി ഫൈ. ഓക്കെ, സോ ദിസ് ഈസ് എ സർഫസ് ഇൻ്റഗ്രൽ. രണ്ടെണ്ണം ഉണ്ട്. ഇനിയാണ് നമ്മൾ വീണ്ടും ആലോചിക്കേണ്ടത്, സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിൽ വരുന്ന സമയത്ത് ഒരു സ്ഫിയറിൻ്റെ സർഫസ് മൊത്തവും മൂവ് ചെയ്യണമെങ്കിൽ തീറ്റ എവിടെ നിന്ന് എവിടം വരെ എരിയണം? നമുക്കറിയാം സ്പെറിക്കൽ പോളാറിൽ തീറ്റ വേരി ചെയ്യുന്നത് ഈ ആംഗിളാണ്. അതെവിടെ നിന്ന് വരെയാണ്? 0 to π ആണ്. സോ ദിസ് തീറ്റ ലിമിറ്റ്സ് എന്ന് പറയുന്നത് 0 to π ആണ്. നമ്മളവിടെ അത് എഴുതിയിട്ടുണ്ട്, നിങ്ങൾ നോക്കണം. അത് പുതിയ ആൾക്കാർക്ക് ചിലപ്പം ഫുള്ള് നോക്കി തീരാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതുപോലെ ഫൈയുടെ വേരിയേഷൻ എന്ന് പറയുന്നത്, ഫൈയുടെ ലിമിറ്റ്സ് എന്ന് പറയുന്നത് 0 to 2π ആണ്. എങ്കിലേ സ്ഫിയർ കംപ്ലീറ്റ് ചെയ്തുള്ളൂ. അപ്പോൾ ഇത് 0 to 2π ആണ്. അപ്പോൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? യു ഗെറ്റ് Q/4πε0 സൈൻ തീറ്റ ഡി തീറ്റ കോസ് തീറ്റ വരും വിത്ത് എ മൈനസ് സൈൻ. കോസ് തീറ്റ 0 to π ചെയ്യുമ്പോൾ മൈനസ് പൈ, ഓക്കെ, മൈനസ് പുറത്തുണ്ട്. കോസ് പൈ -1 ദാറ്റ് ഈസ് -2 ഇൻറ്റു -2 എന്ന് വരും. 2 ഇൻറ്റു ഡി ഫൈ, ദിസ് ഈസ് 2π. സോ ദിസ് 2π and 2π gets cancelled and you get Q/ε0. So the answer is phi is equal to Q/ε0. Okay. ഓക്കെ, അപ്പം ഈ സാധനം എന്ന് പറയുന്നത് ഗോസസ് ലോയുടെ ഒരു സിംഗിൾ കേസിൽ, അതായത് ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ ഫൈ ടോട്ടൽ എന്ന് എഴുതണം. ഓർ ഇത്രയുടെ നല്ല റെപ്രസെൻറ്റേഷൻ ആക്ച്വലി ഇത് തന്നെയാണ്. ഇ ഡോട്ട് ഡി എ ഈസ് ഈക്വൽ ടു
q/ε0. കാരണം ഇതിനകത്തുനിന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ട്? ടോട്ടൽ സർഫസ് ഏരിയയിലൂടെ ഉള്ളതാണെന്ന് കിട്ടുന്നുണ്ട്. ഇതൊരു റെപ്രസെൻറ്റേഷനാണ്. ഇനിയുണ്ട്, ഇനി ഇത് പല രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ സാധനം. ഓക്കെ, ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഈ ലൈൻ എലമെൻറ്റ് ഭാഗം, ലൈൻ എലമെൻറ്റ്, ഈ ഇൻ്റഗ്രൽ ലിമിറ്റ് തുടങ്ങിയ ഭാഗത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി കോർഡിനേറ്റിൻ്റെ വീഡിയോ കാണുക, എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ബാക്കിയും കൂടെ പറഞ്ഞിട്ട് ഇതിപ്പോൾ ഒരു മണിക്കൂറിൽ സാധനം തീരും, ഒരു 10 മിനിറ്റിൽ ബാക്കി തീരും. ഓക്കെ, ഇനി നിങ്ങൾ സപ്പോസ് ഇങ്ങനെ വിചാരിക്കാം, നമ്മുടെ ഈ എൻക്ലോസ്ഡ് റീജിയനകത്ത് ഒന്നിലധികം ചാർജുകളുണ്ടെന്ന് വിചാരിക്കുക. Q1, Q2, Qi, ഓക്കെ, എക്സെട്ര Qi, കുറേ അധികം ചാർജുകളുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ എങ്ങനെ ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യും? ഓക്കെ, അപ്പോൾ ആ ഫ്ലക്സ് എങ്ങനെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? E.dA ഇൻ്റഗ്രലാണ്. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അപ്പം നമ്മൾ പറഞ്ഞെന്താണ്, നമ്മൾ ഒരു ചാർജ് വെച്ചിട്ടുള്ള കേസ് ചെയ്തു. ഇനി വിചാരിക്കുക ഇവിടെ Q1, Q2, Q3 കുറേ അധികം ചാർജുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സർഫസിൽ ഈ സാധനം E.dA കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും എന്നാണ് എനിക്ക് അറിയേണ്ടത്. അതായത് ഫോർ എ സിംഗിൾ ചാർജ് നമ്മൾ ചെയ്തു, ഇനി നമ്മൾ മൾട്ടിപ്പിൾ ചാർജിന് ചെയ്യാം. അപ്പോൾ മൾട്ടിപ്പിൾ ചാർജിന് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് നമ്മൾ നേരത്തെ പ്രൊസീജിയർ? ഒരു എലമെൻ്റൽ ഏരിയ എടുക്കുന്നു, ആ എലമെൻ്റൽ ഏരിയയിലുള്ള DA കാൽക്കുലേറ്റ് ചെയ്യുന്നു. DA ഇവിടെ മാറ്റമൊന്നുമില്ല, എന്താണ്? r² sin θ dθ dφ ഇൻറ്റു r cap എന്ന് പറയുന്നതാണ്. ഇനി അതേപോലെ നമ്മൾ ഇനി ഇവിടുത്തെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഓരോരുത്തർ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഞാൻ എടുക്കണം, അല്ലേ? ദാറ്റ് ഈസ് E due to 1 plus E due to 2 etc. or simply summation over EI എന്നെനിക്ക് എഴുതാമല്ലോ, വെക്റ്റർ സം. ഓക്കെ, ഇതാണ് എൻ്റെ, ഇത് എത്ര ചാർജ് ഉണ്ടോ I is equal to 1 to n എന്നെനിക്ക്, ഇതാണ് എൻ്റെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദിസ് പോയിൻറ്റ്. ഓക്കെ, അപ്പോൾ ഇനി ഇൻ്റഗ്രൽ E.dA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ എഴുതാം? വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ, എൻ്റെ ടോട്ടൽ ഫീൽഡിനെ ഞാൻ ഇങ്ങനെ എഴുതുന്നു, സമ്മേഷൻ ഓവർ I ഈസ് ഈക്വൽ ടു 1 to n EI, ഓക്കെ, ഡോട്ട് DA എന്നെനിക്ക് എഴുതാം. ഓക്കെ, സോറി, DA എന്നെനിക്ക് എഴുതാം. അപ്പോൾ ഞാൻ ഇനി എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ഓക്കെ, ഡോട്ട് DA. അപ്പം ഇത് ആക്ച്വലി ഒരു സമ്മേഷൻ ടൈമാണ്. ഈ സമ്മേഷൻ ടൈമിനകത്തേക്ക് എനിക്ക് എന്ത് ചെയ്യാം? അതായത് ഇൻ്റഗ്രൽ A+B എന്ന് പറയുന്ന ഒരു സം DX ആണെങ്കിൽ ഇൻ്റഗ്രൽ A dx പ്ലസ് B dy എന്ന് എനിക്ക് എഴുതാം. B dx എന്ന് എഴുതാം. അതായത് ഇൻ്റഗ്രേഷൻ എനിക്ക് എന്ത് ചെയ്യാം? ഇതിനകത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. സോ അതേപോലെ എഴുതി കഴിഞ്ഞാൽ ഞാൻ സമ്മേഷൻ ആ മീനിങ് വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ ഈ സമ്മിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് സമ്മേഷൻ ചെയ്യാം. രണ്ടും സെയിം ആണ്. സോ I ഈസ് ഈക്വൽ ടു 1 to n, ഓക്കെ, I ഈസ് ഈക്വൽ ടു 1 to n, ഇവിടെ എന്ത് വരും? ഇൻ്റഗ്രൽ ഓവർ EI ഡോട്ട് DA എന്ന് വരും. ഓക്കെ, ദിസ് ബിക്കംസ് ഇൻ്റഗ്രലിനകത്തോട്ട് കൊടുത്തുമ്പോൾ ഇത് ഓരോ ഐക്കും ഞാൻ EI ഡോട്ട് DA കാൽക്കുലേറ്റ് ചെയ്ത് അവസാനം സം ചെയ്താലും, അതായത് ഇതിൻ്റെ മീനിങ് എന്താണ്? ഒന്നുകിൽ എനിക്ക് ഫിസിക്കലി ഇതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നുകിൽ എനിക്ക് എന്ത് ചെയ്യാം? ഓരോരുത്തരും കാരണം ഇവിടുത്തെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ്, ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു, ദെൻ ഡോട്ട് DA ചെയ്യുന്നു, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ദിസ് ഈസ് വൺ മെത്തേഡ്. ഇല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ഈച്ച് E1 DA കാൽക്കുലേറ്റ് ചെയ്യുന്നു, E2 DA കാൽക്കുലേറ്റ് ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യാം? സം ചെയ്യാം. ഈ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഈ രണ്ട് ഓപ്ഷൻസിൽ ഞാൻ ആദ്യം എഴുതുന്നത് ഇങ്ങനെയാണ്, പിന്നെ അതിനെ ഞാൻ എങ്ങനെ ആക്കി മാറ്റി? ഈ ഫോമിലേക്ക് ആക്കി മാറ്റി. ദെൻ ഇതെന്തായിരിക്കും സാധനം? സമ്മേഷൻ ഓവർ I ഈസ് ഈക്വൽ ടു 1 to n. ഈ 1 ഡോട്ട് DAയുടെ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? Q1/ε0 ആയിരിക്കും. ആ ഒരു സിംഗിൾ ചാർജിന് കറസ്പോണ്ടിങ് ആയിരിക്കും. അടുത്തത് Q2 ആയിരിക്കും. എന്ന് വെച്ചാൽ ഇതെന്തായിരിക്കും? ആക്ച്വലി Qi/ε0 എന്ന് എനിക്ക് കിട്ടും. സോ വിച്ച് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് സമ്മേഷൻ ഓവർ I ഈസ് ഈക്വൽ ടു 1 to n Qi എന്ന് കിട്ടും. വാട്ട് ഈസ് ദിസ് സമ്മേഷൻ ഓവർ Qi? ദിസ് ഈസ് ദ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ്. ദാറ്റ് ഈസ് 1/ε0 ടൈംസ് Q എൻക്ലോസ്ഡ് എന്നാണ് മീനിങ്. ഓക്കെ, അതായത് Qiകളുടെ എല്ലാ ചാർജിൻ്റെയും കൂടെ സമ്മ് നിങ്ങൾ എടുത്താൽ മതി. എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ? ഇൻ്റഗ്രൽ E.ds. ഓക്കെ, അപ്പം ഇതാണ് കുറച്ചുകൂടെ മൾട്ടിപ്പിൾ ചാർജ് എടുത്തിട്ട് പറയുന്നത് തന്നെയാണ് അതിൻ്റെ ആക്ച്വൽ ഡെഫിനിഷൻ. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ E.da ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ E.da
ഈസ് ഈക്വൽ ടു ഇത് രണ്ടും വെക്ടറാണ് is equal to 1 by epsilon 0 times q enclosed. Okay, this is my Gauss's law in integral representation. Okay, മറ്റേത് എഴുതിയാലും ഗോസസ് ലോ തന്നെയാണ്, പക്ഷേ ഇതാണ് കുറച്ചുകൂടെ കറക്റ്റ് സാധനം എന്ന് വെച്ചാൽ നമ്മൾ പ്ലസ് ടുവിന് പഠിച്ച ഡെഫിനേഷൻ കാണാനല്ലേ, ടോട്ടൽ ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു 1 by epsilon 0 times the total charge enclosed. ഓക്കെ, അതുകൊണ്ടാണ് ക്യൂ എൻക്ലോസ്ഡ് എന്ന് എടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഗോസസ് ലോയുടെ ഇൻ്റഗ്രൽ ഫോമിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇനി നമ്മൾ ഒന്നുകൂടെ പറയാണ്. അപ്പം ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞു, അന്നേരം ഞാൻ പിന്നെ അതിനോട് വേറെ, ഇവിടെ നമ്മുടെ ഒരു r² ടേം 2 പേര് ക്യാൻസലായിപ്പോയി. ഈ r² എവിടെ നിന്ന് വന്നാണ്? ഏരിയ എലമെൻറ്റ്. അപ്പോൾ അത് ഏതൊരു സ്ഫിയർ എടുത്ത് ഏതൊരു സ്ഫിയറിൻ്റെ സർഫസിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം വരും. പക്ഷേ ഈ r² എവിടെ നിന്ന് വന്നതാണ്? നമ്മുടെ ഇതിൻ്റെ ഫോഴ്സ്, ബേസിക്കലി ഇതിൻ്റെ ഫോഴ്സ് ലോയിൽ നിന്ന് വരുന്നതാണല്ലോ, അതായത് കൂളംസ് ലോയിൽ നിന്ന് വരുന്നതാണ് ഈ 1/r² ഡിപ്പെൻഡൻസ്. അതായത് ഈ 1/r² ഡിപ്പെൻഡൻസ് ഉള്ള ആരെ എടുത്താലും, ഓക്കെ, 1/r² ഡിപ്പെൻഡൻസ് ഉള്ള വേറൊരാളാണ് ഗ്രാവിറ്റേഷൻ ഫീൽഡ്. അവിടെയും എന്ത് എക്സിസ്റ്റ് ചെയ്യും? ദർ വിൽ എക്സിസ്റ്റ് എ ഗോസസ് ലോ. ഓക്കെ, അതായത് 1/r² ഡിപ്പെൻഡൻസ് ഉള്ള ഏതെങ്കിലും ഫീൽഡുകൾ ഉണ്ടെങ്കിൽ അവിടെയെല്ലാം നമുക്കൊരു കൈൻഡ് ഓഫ് ഗോസസ് ലോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അല്ലെങ്കിൽ ആ 1/r² ഡിപ്പെൻഡൻസ് ആണ് നമുക്കിവിടെ ഗോസസ് ലോ തന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് ഇതിനെ നമുക്കൊന്ന് മോഡിഫൈ ചെയ്യാം. ഓക്കെ, എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ഇരിക്കുന്നത് നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാണ്? ഇൻ്റഗ്രൽ E.dA ഈസ് ഈക്വൽ ടു 1/epsilon 0 ടൈംസ് q എന്നാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി ഇപ്പോൾ ക്യൂ നമ്മൾ നേരത്തെ പറഞ്ഞ എന്തായിരുന്നു? നമ്മുടെ ആ സ്ഫിയറിനകത്ത് Q1, Q2, Q3 എന്നിങ്ങനെ ഇരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അതായത് ഇൻഡിവിജ്വൽ ചാർജസ് ആണ്. ആ ഇൻഡിവിജ്വൽ ചാർജസ് ആയതുകൊണ്ടാണ് ഞാൻ ക്യൂവിന് എന്തെഴുതുന്നത്? സമ്മേഷൻ ക്യൂ ആയി എന്ന് എഴുതിയത്. പക്ഷേ ഇതൊരു കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലോ, ഓക്കെ, അതായത് സ്ഫിയറിനകത്തിരിക്കുന്നത് ഒരു ചെറിയൊരു ഒബ്ജക്റ്റാണ്. ആ ഒബ്ജക്റ്റിനൊരു റോ ചാർജ് ഡെൻസിറ്റി ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ചാർജ് ഞാൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? വിച്ച് ഈസ് ഈക്വൽ ടു റോ ഡി ടോ. ക്യൂ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ റോ ഡി ടോ എന്ന് എഴുതാം. അപ്പം എൻ്റെ എന്താണ്? ക്യൂ ഈസ് ഈക്വൽ ടു, ഓക്കെ, എന്ത് കേസിൽ? ഇൻ കേസ് ഓഫ് എ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ടോട്ടൽ ചാർജ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? റോ ഡി ടോ വെച്ച്. റോ ഈസ് ദ ചാർജ് ഡെൻസിറ്റി, ഡി ടോ ഈസ് ദ വോളിയം. ഓക്കെ, ഇല്ലെങ്കിൽ എങ്ങനെ വരാം? സർഫസ് ആണെങ്കിൽ ഇത് സിഗ്മ ഡി എ ആവും, ഇല്ലെങ്കിൽ ലൈൻ ആണെങ്കിൽ ലാംഡ ഡി എൽ ആവും. ഇതൊക്കെ നമുക്കറിയാം. ഇതാണല്ലോ സാധനം. ഓക്കെ, ഇനി നിങ്ങൾ ഈ ഇക്വേഷനെ വീണ്ടും എടുക്കുക. ഇൻ്റഗ്രൽ ഓവർ E.dA. ഇതെന്ത് ഇൻ്റഗ്രലാണ്? ഡി എ കാണുമ്പോഴേ മനസ്സിലാക്കണം, ദിസ് ഈസ് എ സർഫസ് ഇൻ്റഗ്രൽ. Every surface integral can be converted into a volume integral by using the divergence theorem, which says that integral over a volume del dot E d tau. Okay, ഇതെവിടെ നിന്ന് എഴുതിയതാണ്? ഇതിവിടെ ഉണ്ടാക്കിയതല്ല, ഇത് നമ്മൾ അന്ന് എഴുതിയ സാധനമാണ്. ദിസ് ഈസ് കോൾഡ് ഡൈവേർജൻസ് തിയറം, അല്ലെങ്കിൽ ഇതിൻ്റെ അന്ന് പേര് ഞാൻ പറഞ്ഞിരുന്നു ഗോസ് ഡൈവേർജൻസ് തിയറം എന്ന് തന്നെ ഇതിനെ പറയാറുണ്ട്. ഓക്കെ, സോ അതായത് ആ ഡൈവേർജൻസ് ലോ എടുത്ത് അതേപോലെ അങ്ങ് അപ്ലൈ ചെയ്തതാണ്. അപ്പോൾ ഇത് നോക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷന്, ഇതാണ് എൻ്റെ മെയിൻ ഇക്വേഷൻ. ഇക്വേഷൻ നമ്പർ 1 എനിക്ക് എന്ത് ചെയ്യാം? ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ LHS എന്തായിട്ട് മാറും? ഇൻ്റഗ്രൽ ഓവർ V del dot E d tau ഈസ് ഈക്വൽ ടു, റൈറ്റ് സൈഡ് എന്താവും? 1/epsilon 0 ഉണ്ട്, 1/epsilon 0 ടൈംസ് ഇൻ്റഗ്രൽ റോ ഡി ടോ എന്ന് എഴുതാം. ഓക്കെ, സോ ദിസ് ഈസ്, ഇനി ആ ഇക്വേഷൻ മാത്രം ഞാൻ എന്താണ് ചെയ്യുന്നത് ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കിയോ. അതായത് ക്യൂ എന്ന് പറയുന്നത് ടോട്ടൽ ചാർജാണ്. ടോട്ടൽ ചാർജ് ഡിസ്ക്രീറ്റിൻ്റെ കേസിൽ മാത്രമാണ് സമ്മേഷൻ വെച്ചിട്ട് നമുക്ക് Q1, Q2, Q3 ആഡ് ചെയ്തെടുക്കാം. കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് തന്നെ ആൻസർ കണ്ടെത്തണം. അപ്പോൾ അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ആൻസർ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ സം റോ ഡി ടോ എന്നുള്ള ഫോമിലേക്ക് ഞാൻ അതിനെ മാറ്റുന്നു. സോ ക്യൂ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ റോ ഡി ടോ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതേപോലെ അതിൻ്റെ LHS, ഏതിൻ്റെ LHS? ഇൻ്റഗ്രൽ ഫോമിലുള്ള ഗോസസ് ലോയുടെ LHSനെ ഗോസ് ഡൈവേർജൻസ് തിയറം ഉപയോഗിച്ചുകൊണ്ട് ഇൻ്റഗ്രൽ ഓവർ V del dot E d tau എന്നുള്ള ഫോമിലേക്ക് മാറ്റാൻ പറ്റും. അപ്പം ഇതിൻ്റെ വേറൊരു മീനിങ് എന്താണെന്ന് വെച്ചാൽ, ഇത് നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഈ ഇക്വേഷനിലേക്ക് വരുന്നതിന് മുമ്പ് ഇതൊന്നുകൂടെ ഒന്ന് അനലൈസ് ചെയ്യാം. നമ്മൾ ഇക്വേറ്റ് ചെയ്ത ഈ ഫോം ഒന്നുകൂടെ നോക്കുക.
അതായത് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. ഇതെന്താണ്? സർഫസിലൂടെയുള്ള ഫ്ലക്സ് ആണ് അല്ലേ? അതായത് എനിക്കൊരു സ്ഫിയർ ഉണ്ട്, സ്ഫിയറിൻ്റെ സർഫസിലൂടെയുള്ള ടോട്ടൽ ഫ്ലക്സ് ആണ്. ദാറ്റ് ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് അകത്തുള്ള ചാർജുകളിൽ നിന്ന് ഡൈവേർജ് ചെയ്യുന്ന അല്ലേ? ഇവിടെ ഒരു ഡൈവേർജൻസ് ഉണ്ടെങ്കിൽ മാത്രമേ, ഡെൽ ഡോട്ട് ഇ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് വരത്തുള്ളൂ? പുറത്ത് ഫ്ലക്സ് വരത്തുള്ളൂ. അത് പോസിറ്റീവ് ആവണമെന്നില്ല കേട്ടോ. നെഗറ്റീവ് ആയാൽ എന്ത് വരും? അകത്തേക്ക് ഫ്ലക്സ് വരുമെന്നേ ഉള്ളൂ, ഒരു നെഗറ്റീവ് ഫ്ലക്സ് കിട്ടുമെന്നുള്ളൂ. ബട്ട് ഇറ്റ് ഈസ് ഓൾസോ എ ഫ്ലക്സ്. സോ അതുകൊണ്ട് ഇവിടെ നമുക്ക് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അവിടെ എന്തുണ്ട്? ഒരു ഡൈവേർജൻസ് ഉണ്ട്. ആ ഡൈവേർജൻസ് ആണ് നമുക്ക്, അതായത് ഇവിടുന്ന് ഡൈവേർജൻസ് എന്താണ്? സ്പ്രെഡിങ് ഔട്ട് എന്നുള്ള മീനിങ് ആണ്. അല്ലെങ്കിൽ ഒരു സോഴ്സോ സിങ്കോ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു സോഴ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം പുറത്തേക്ക് വന്നിരിക്കും. ഓക്കെ, സോഴ്സ് മാത്രമേ ഉള്ളെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ആ പുറത്തോട്ട് വരുന്നതെന്ന് പറയുന്നത് അകത്ത് നിന്ന് സ്പിൽ ഔട്ട് ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ സ്പ്രെഡ് ഔട്ട് ചെയ്യുന്നതിൻ്റെ ഡിപ്പെൻഡ് ചെയ്യും. ആകെ എത്ര സ്പ്രെഡ് ഔട്ട് ചെയ്യുന്നോ അതായിരിക്കും പുറത്ത് നമുക്ക് സർഫസിലൂടെ കിട്ടുക. ഓക്കെ, അതാണ് ഇതിൻ്റെ മറ്റൊരു മീനിങ്. ഇത് നമ്മൾ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നുകൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. സോ നമ്മളിതിനെ എന്ത് ചെയ്യുന്നു? ഒന്നുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്ത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇൻ്റഗ്രൽ രണ്ടും ഇപ്പോൾ സെയിം ആയി. റോ വി ഡീറ്റോ ഇവിടെയും ഇൻ്റഗ്രൽ ഡീറ്റോയിലേക്ക് മാറ്റി. അപ്പോൾ എനിക്ക് ബാക്കിയുള്ളതിനെ എടുത്തു കഴിഞ്ഞാൽ ഡെൽ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു 1/ε0 റോ. ഓക്കെ, ദറ്റ് ഈസ് ഐ ഗെറ്റ് del dot E is equal to 1/ρ/ε0. This is called Gauss law in differential form. ആക്ച്വലി ഇവിടം തൊട്ട് നമുക്ക് പുതിയതാണെന്ന് വേണേൽ പറയാം. കാരണം ഈ ഒരു സാധനം നിങ്ങൾക്ക് എവിടെ പഠിക്കാനില്ല? +2 പഠിക്കാനില്ലാത്ത സാധനം. del dot E is equal to ρ/ε0. This is called Gauss's law in differential form. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് തിയറി പറയുന്നത്. ഇനി ഒരു ബ്രേക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പ്രോബ്ലംസ് നോക്കാം. ഓക്കെ.